ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ് പഠിച്ചത്. ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, മക്കളെ ആ ചാപ്റ്ററിലെ ആ ടോപ്പിക്കിന് ഒരു വെയിറ്റേജ് നിങ്ങൾ കൊടുക്കണം. കാര്യം നീറ്റ് എക്സാമിന് പൊതുവെ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ ഈ സെന്റർ ഓഫ് മാസിന്റെ തന്നെ ഒരു സബ് ടോപ്പിക്കായിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സെന്റർ ഓഫ് മാസിൽ ക്യാവിറ്റി ടൈപ്പ് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒരു സിസ്റ്റം അല്ലെങ്കിൽ കുറെ സിസ്റ്റങ്ങൾ ഇരുന്നിട്ട് അതിന്റെ ഒരു സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുക എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമായിരുന്നു ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെന്റർ ഓഫ് മാസിൽ ഒരു സിസ്റ്റത്തിന് ക്യാവിറ്റി വരും, എന്നിട്ട് ആ ക്യാവിറ്റി വന്നതിന് ശേഷം വരുന്ന റിമൈനിങ് പാർട്ടിന്റെ സെന്റർ ഓഫ് മാസ് എങ്ങനെ കണ്ടുപിടിക്കാം. കമ്പാരിറ്റീവ്ലി തൊട്ട് മുമ്പത്തെ വീഡിയോയുടെ അത്രയും ലെങ്ത് എന്തായാലും ഈ വീഡിയോക്ക് ഉണ്ടാവില്ല. കാര്യം ഓൾറെഡി സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടവരാണ്. അപ്പൊ അത് കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ സീരീസ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഫസ്റ്റ് വീഡിയോ സീരീസ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. കാരണം ആ വീഡിയോയുമായിട്ട് കണക്ട് ചെയ്തിട്ട് പല കാര്യങ്ങളും നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഷിഫ്റ്റിംഗ് ഓഫ് സെന്റർ ഓഫ് മാസ് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. മക്കളെ, എന്താണ് ഷിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു സിസ്റ്റത്തിന് നമുക്കറിയാം, ഒരു സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ ഓഫ് മാസ് ഇസ് എ പോയിന്റ് അറ്റ് വിച്ച് ടോട്ടൽ മാസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ മാസ് ആ ഭാഗത്താണ് ഇരിക്കുന്നത് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പൊ ഒരു റിജിഡ് റോഡ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ റെക്ടാങ്കുലർ പ്ലേറ്റ്. അപ്പൊ ഇതിന്റെ മാസ് എം ആണ്, ഒരു റെക്ടാങ്കുലർ പ്ലേറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം ഒബ്വിയസ്ലി ഇതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെ ആയിരിക്കും? അതിന്റെ പ്രോപ്പർ ഡയഗണലിൽ തന്നെ ആയിരിക്കും അല്ലെ. നമുക്ക് ഈ ഡയഗണലുകൾ കൂട്ടിച്ചേർത്ത് വരയ്ക്കാം. ഈ ഡയഗണലുകൾ മീറ്റ് ചെയ്യുന്ന എക്സാക്ട് ഈ പോയിന്റിലായിരിക്കും അവന്റെ സെന്റർ ഓഫ് മാസ്. അപ്പൊ ഞാൻ ആ സെന്റർ ഓഫ് മാസിനെ ഇപ്പൊ C1 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുവാണ്. ഞാൻ ആ സെന്റർ ഓഫ് മാസിനെ ഇപ്പൊ C1 എന്ന് റൈറ്റ് നൗ ഇൻഡിക്കേറ്റ് ചെയ്യും. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഇവിടുന്ന് ഈ ബോഡിയിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ, ഞാൻ ഇവിടുന്ന് കർവ് ഒരു ഇത്രയും പോർഷൻ കട്ട് ചെയ്തെടുക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇത്രയും പോർഷൻ റിമൂവ് ചെയ്യും. അപ്പം ഇപ്പൊ റൈറ്റ് നൗ ഞാൻ എന്താ ചെയ്തത്? ഈ കാണുന്ന ഒരു ചെറിയ പോർഷൻ ഇവിടുന്ന് എടുത്ത് റിമൂവ് ചെയ്തു, പുറത്തോട്ട് എടുത്ത് മാറ്റി. അത്രയും പോർഷൻ നമ്മൾ അങ്ങ് റിമൂവ് ചെയ്തു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും മാസ് ഇവിടുന്ന് റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലെ മാസ് കുറയും അല്ലെ. നമുക്കറിയാം ഒരു ബോഡിയുടെ സെന്റർ ഓഫ് മാസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സെന്റർ ഓഫ് മാസിന്റെ കോൺസെപ്റ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണത്. മാസിന്റെ ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. മാസ് ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണോ ഹെവിയർ മാസ് അല്ലെങ്കിൽ കൂടുതൽ മാസ് അക്യുമുലേറ്റ് ചെയ്യുന്ന സ്ഥലം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന സ്ഥലം എവിടെയാണോ അവിടേക്ക് സെന്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സീസോ ഒക്കെ വെച്ച് എക്സാമ്പിൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ക്രിക്കറ്റ് ബാറ്റ് കട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഒക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ റൈറ്റ് നൗ നമ്മൾ ഈ പോർഷനിൽ നിന്ന് കുറച്ച് മാസ് എടുത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ മാസ് കുറയുകയും ഇതിന്റെ ലെഫ്റ്റ് പോർഷനിലേക്ക് മാസിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൂടുകയും ചെയ്തു. ഇവിടെ മാസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതല്ലേ, ഇവിടെ മാസിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൂടി. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ട്രെയിനിൽ നമ്മൾ ട്രാവൽ ചെയ്യും. അപ്പൊ ട്രെയിനിന്റെ രണ്ട് ബോഗി നിങ്ങൾ കൺസിഡർ ചെയ്യുന്നു. ഒരു ബോഗിയിൽ 100 പേരും ഇപ്പുറത്തെ ബോഗിയിൽ 100 പേരും. അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോഴത്തേക്ക് രണ്ടാമത്തെ ബോഗിയിൽ നിന്നും ഒരു 25 പേരങ്ങ് ഇറങ്ങിപ്പോയെന്ന് വിചാരിക്കും. അപ്പുറത്ത് 100 പേര് തന്നെ നിപ്പുണ്ട്, പക്ഷെ രണ്ടാമത്തെ ബോഗിയിൽ നിന്നും 25 പേര് ഇറങ്ങിപ്പോയി. അപ്പൊ ആ 25 പേരുടെ മാസ് അവിടെ അങ്ങ് കുറഞ്ഞു. അപ്പൊ അവിടെ മാസ് ഡിസ്ട്രിബ്യൂഷൻ കുറഞ്ഞു എന്നതിന്റെ അർത്ഥം ഫസ്റ്റ് ബോഗിയിൽ ആ 100 പേര് അവിടെ നിപ്പുണ്ടെങ്കിൽ അവിടെ മാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പാരിറ്റീവ്ലി മറ്റേതിനേക്കാളും കൂടുതലാണെന്നല്ലേ. ആ സെയിം കോൺസെപ്റ്റ്. അപ്പൊ ഇവിടുന്ന് മാസ് ഇത്ര എടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ മാസ് ഡിസ്ട്രിബ്യൂഷൻ കൂടുകയും, അപ്പൊ ഉറപ്പായിട്ടും നേരത്തെ C1 എന്ന് പറഞ്ഞെടുത്തിരുന്ന സെന്റർ ഓഫ് മാസ് എവിടെയാണോ മാസ് ഡിസ്ട്രിബ്യൂഷൻ കുറഞ്ഞത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അല്ലെങ്കിൽ എവിടെയാണോ കൂടിയത് ആ കൂടിയ വശത്തേക്ക് ഷിഫ്റ്റ് ആയി മേ ബി സെന്റർ ഓഫ് മാസ് ഇപ്പൊ റൈറ്റ് നൗ C2 എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ടാവാം. ഇവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ക്ലിയർ?
ഇതാണ് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്. അപ്പൊ ഈ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കപ്പോ അതിന്റെ കുറച്ച് ഫിഗേഴ്സ് ഒക്കെ നോക്കാം. അതിനു മുമ്പ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഷിഫ്റ്റിംഗ്, അതായത് ഷിഫ്റ്റ് നടക്കുമ്പോൾ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നമുക്കറിയാം പൊസിഷൻ ഓഫ് ദ ക്യാവിറ്റി, അതായത് എവിടെയാണ് നിങ്ങൾ ക്യാവിറ്റി ഉണ്ടാക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ ഒരു സർക്കുലർ ഡിസ്ക് ഞാൻ കൺസിഡർ ചെയ്യുവാണ്. ഈ സർക്കുലർ ഡിസ്കില് ഞാൻ സപ്പോസ് ക്യാവിറ്റി, ഇപ്പൊ സപ്പോസ് ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുവാണ്. നമുക്ക് XY ആക്സിസ് ഒക്കെ ഒന്ന് വരയ്ക്കാം. ഇപ്പൊ XY ആക്സിസ് ഒക്കെ വരയ്ക്കുന്നു. സപ്പോസ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, ഞാനൊരു ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു എക്സാക്ട്ലി ഞാനൊരു ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിന്റെ എക്സാക്ട് സെൻട്രലാണെന്ന് വിചാരിച്ചു. എക്സാക്ട് സെൻട്രലാണ് ക്യാവിറ്റി വരുന്നതെന്ന് വിചാരിക്കും. എക്സാക്ട് സെൻട്രലാണ് നിങ്ങൾ ഈ ക്യാവിറ്റി ഉണ്ടാക്കുന്നത്. റൈറ്റ് നൗ നിങ്ങൾ ഈ പോർഷൻ ആണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എല്ലാ സൈഡിൽ നിന്നും ഈക്വൽ ആയിട്ടാണ് എടുത്ത് കളഞ്ഞത്. സെന്റർ ഓഫ് മാസ് അതിന്റെ എക്സാക്ട് സെന്ററിൽ തന്നെ ഇരിക്കും. അപ്പൊ ആ ഡിസ്ക് ഈ ആദ്യം നമ്മൾ കണ്ട ഒരു ഡിസ്ക് പോലിരുന്ന സാധനം അന്നുലാർ ഡിസ്ക് ആയിട്ട് മാറി. അകത്തൊരു ഗ്യാപ്പ് മാത്രമേ വരുന്നുള്ളൂ, പക്ഷെ സെന്റർ ഓഫ് മാസ് മാറുന്നില്ല. കാര്യം എന്താ? എല്ലാ സൈഡിൽ നിന്നും ഈക്വലി ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് പുറത്തോട്ട് കളഞ്ഞു. മനസ്സിലായോ? മറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. മറിച്ച് നിങ്ങൾ ഈ സർക്കുലർ റിംഗ് ഇവിടെ വെച്ചതിന് പകരം, ഈ സർക്കുലർ പോർഷൻ അത്രയും ക്യാവിറ്റി ഇവിടെ വെച്ചതിന് പകരം നിങ്ങൾ ഇവിടോട്ടാണ് കൊണ്ടുവെക്കുന്നതെങ്കിൽ, ഈ ലെഫ്റ്റ് സൈഡിലാണ് വെക്കുന്നതെങ്കിൽ, ഇപ്പൊ റൈറ്റ് നൗ ഇവിടുന്നാണ് നിങ്ങൾ മാസ് എടുത്ത് കളയുന്നത്. അപ്പൊ ഷിഫ്റ്റ് റൈറ്റിലോട്ട് പോകും, ഷിഫ്റ്റ് റൈറ്റിലോട്ട് പോകും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇവനെ എടുത്ത് ഇവിടെയാണ് കൊണ്ടുവെക്കുന്നതെങ്കിൽ, അല്ലെ, ക്യാവിറ്റി ഇവിടെ ആണെങ്കിൽ ഷിഫ്റ്റ് ലെഫ്റ്റിലോട്ടാകും. യെസ്. അപ്പൊ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പൊസിഷൻ ഓഫ് ദ ക്യാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് സൈസ് ഓഫ് ദ ക്യാവിറ്റി. ക്യാവിറ്റിയുടെ സൈസ് കൂട്ടി. ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ആ പോർഷൻ ആണ് റിമൂവ് ചെയ്യുന്നത്. നമ്മൾ എവിടെയാണോ, ഇപ്പൊ ഈ പോർഷൻ ആണല്ലോ നമ്മൾ ഒബ്വിയസ്ലി ഇവിടെ നിന്നാണല്ലോ റിമൂവ് ചെയ്യുന്നത്. ഈ പോർഷൻ ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്? റിമൂവ് ചെയ്യുന്നത്. ഈ റിമൂവ് ചെയ്യുന്നിടത്ത് എന്തുണ്ടാവുന്നുണ്ട്? ഒരു ക്യാവിറ്റി ഉണ്ടാവുന്നുണ്ട്. അതാണ് ഈ ക്യാവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ റിമൂവ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ക്യാവിറ്റി ഉണ്ടാവുന്ന, ക്യാവിറ്റിയുടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. ശരിയാ, സൈസ് കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സെന്റർ ഓഫ് മാസ് മാറും. കാര്യം എന്താ? നിങ്ങൾ മാസ് കുറെ കൂടുതൽ എടുത്ത് കളഞ്ഞു. അപ്പൊ മാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പാരിറ്റീവ്ലി കുറയും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? അതായത് ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം കുറയും. അപ്പൊ ആ ക്യാവിറ്റിയുടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. അടുത്ത എന്താണ്? ഷേപ്പ് ഓഫ് ദ ക്യാവിറ്റി. ഒബ്വിയസ്ലി ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്യുന്ന പോലെയാണോ ഞാനിപ്പോ ഒരു സ്ക്വയർ ഷേപ്പ് എടുത്ത് കട്ട് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ ഒരു സർക്കുലർ ഷേപ്പിനെ ഒരു ട്രയാങ്കുലർ ഷേപ്പ് എടുത്ത് കട്ട് ചെയ്ത് കളയുന്നു. അപ്പൊ ആ ഷേപ്പിനെ ഒക്കെ ഡിപ്പെൻഡ്. കാര്യം ഷേപ്പ് മാറുമ്പോൾ അതിന്റെ ഏരിയ മാറും. ഏരിയ ഷേപ്പ് ഒക്കെ മാറുന്നതിനനുസരിച്ച് മാസിന്റെ ഡിസ്ട്രിബ്യൂഷനും മാറും. ക്ലിയർ? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഇവിടെ ഞാൻ ക്യാവിറ്റി ആണ് പച്ച കളറിൽ കാണുന്നത്, ബ്ലൂ കളറിലുള്ളതാണ് റിമൈനിങ് പോർഷൻ. അല്ലെ, നമ്മൾ കുറച്ച് പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം ഒരു റിമൈനിങ് പോർഷൻ ഉണ്ടാവുമല്ലോ. ആ റിമൈനിങ് പോർഷൻ റൈറ്റ് നൗ ഇതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ ഈ ക്യാവിറ്റി എടുത്ത് കളയുമ്പോൾ ഒബ്വിയസ്ലി ആദ്യം നിങ്ങൾ ഈ ക്യാവിറ്റിക്ക് മുമ്പുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. ഈ ക്യാവിറ്റി ഉണ്ടാവുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊരു ബ്ലൂ ഡിസ്ക് ആയിരുന്നു. ഈ ഒരു ബ്ലൂ കളറിലെ ഡിസ്ക് ആയിരുന്നു. ആ ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസ് ആക്ച്വലി ഇവിടെ ആയിരുന്നു. ഇവിടെ ആയിരുന്നു ആ സെന്റർ ഓഫ് മാസ്. അല്ലെ, ഇവിടുന്ന് ഒരു ക്യാവിറ്റി ഉണ്ടായി, ഇവിടുത്തെ മാസ് ഡിസ്ട്രിബ്യൂഷൻ കുറയുമ്പോൾ ഒബ്വിയസ്ലി സെന്റർ ഓഫ് മാസ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആവും. ഇവിടെ ഒബ്വിയസ്ലി സെന്റർ ഓഫ് മാസ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആവും. അല്ലെ, കാര്യം ഇവിടാണ് ക്യാവിറ്റി ഉണ്ടായത്. അപ്പൊ റൈറ്റ് സൈഡിൽ മാസ് ഡിസ്ട്രിബ്യൂഷൻ കൂടി. ഇവിടെ ഇവിടുന്നാണ് നിങ്ങൾ ക്യാവിറ്റി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഒരു ക്യാവിറ്റി എടുത്ത് കളയുമ്പോൾ ഒബ്വിയസ്ലി മാസ് ഡിസ്ട്രിബ്യൂഷൻ താഴെ കൂടും, സെന്റർ ഓഫ് മാസ് താഴോട്ട് ഷിഫ്റ്റ് ആവും. ഇവിടെ നിങ്ങൾ ഇവിടുന്നാണ് എടുത്ത് കളയുന്നത്, ഒബ്വിയസ്ലി സെന്റർ ഓഫ് മാസ് ഈ അപ്വേർഡ് ഷിഫ്റ്റ് ആവും. മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഇതിൽ നിങ്ങൾക്ക് ഫിഗറിൽ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഷിഫ്റ്റ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്, കാര്യം ഇവിടെയാണ് ക്യാവിറ്റി. ഇവിടെ ഷിഫ്റ്റ് ടുവേർഡ്സ് റൈറ്റ് ആകുന്നു, കാര്യം ക്യാവിറ്റി ലെഫ്റ്റിലാണ്. ഇപ്പൊ ഇവിടുത്തെ മാസ് കുറഞ്ഞു. സോ ഇവിടുത്തെ മാസ് കുറയുമ്പോൾ മാസ് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ് സൈഡിൽ കൂടും, ഷിഫ്റ്റ് ഇങ്ങോട്ട് ഉണ്ടാകും. ക്ലിയർ? നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം, സൈസ് ഓഫ് ദ ക്യാവിറ്റി. അതായത് ക്യാവിറ്റിയുടെ സൈസ് മാറുന്നതിനനുസരിച്ച് സെന്റർ ഓഫ് മാസിന്റെ ഷിഫ്റ്റിന് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നിങ്ങൾ റൈറ്റ് നൗ ഈ ഫസ്റ്റ് ഫിഗറിലോട്ട് നോക്കിക്കേ. ഇവിടെ ഈ ക്യാവിറ്റിയുടെ സൈസ് വളരെ ചെറുതാണ്. അപ്പൊ ഒബ്വിയസ്ലി നമുക്കറിയാം ഷിഫ്റ്റ് ഉണ്ടാവും. അല്ലെ, ക്യാവിറ്റി ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഉറപ്പായിട്ട് ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ റൈറ്റ് നൗ ഈ ക്യാവിറ്റി ഉണ്ടാകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക നിങ്ങൾ. ഈ ക്യാവിറ്റി അവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതൊരു ബ്ലൂ കളറിലെ ഡിസ്ക് ആയിരുന്നു. ആ ഡിസ്കിന്റെ മാസ് M ആണ്. അപ്പൊ ഉറപ്പായിട്ടും അതിന്റെ സെന്റർ ഓഫ് മാസ് ഇതിന്റെ എക്സാക്ട് സെൻട്രലായിരുന്നു. ഇപ്പൊ റൈറ്റ് നൗ ഞാൻ ഇവിടെ ഒരു ക്യാവിറ്റി പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അവിടുത്തെ മാസ് ഞാൻ എടുത്ത് കളഞ്ഞു. അപ്പൊ മാസ് ഡിസ്ട്രിബ്യൂഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൂടി. അപ്പൊ ഉറപ്പായിട്ട് ഇവിടുന്ന് സെന്റർ ഓഫ് മാസ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആവും. അപ്പൊ ഇവിടെ കൂടുതൽ ക്യാവിറ്റി ഉണ്ടായി. അപ്പൊ കൂടുതൽ മാസ് നിങ്ങൾ എടുത്ത് കളഞ്ഞു. അപ്പൊ ഉറപ്പായിട്ട് ഷിഫ്റ്റ് വീണ്ടും ഇങ്ങോട്ട് കൂടും.
ഇങ്ങോട്ട് ഷിഫ്റ്റ് കൂടും. ക്ലിയർ? അപ്പൊ ഇവിടെ വീണ്ടും കൂടിയില്ലേ, അപ്പൊ ഷിഫ്റ്റ് വീണ്ടും കൂടും. ഈ കാണുന്ന ഫിഗർ ഒന്ന് ഓർത്തു വെച്ചോളുക. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആർ റേഡിയസ് ഉള്ള സർക്കുലർ ഡിസ്ക്, അതിൽ നിന്ന് R/2 റേഡിയസ് ഉള്ള ഒരു പീസാണ് എടുത്ത് കളഞ്ഞത്. ഇത് പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഷിഫ്റ്റ് -R/6 മറ്റോ ആണ് പോകുന്നത്, -R/6 എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഇതേപോലെ തന്നെ വീണ്ടും ഇവിടെ മാസ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് നിങ്ങൾ മാസിന്റെ ക്യാവിറ്റിയുടെ മാസ് കൂട്ടി. അപ്പൊ എഗെയിൻ നമ്മുടെ സെന്റർ ഓഫ് മാസ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഷിഫ്റ്റായി ഈ ഷിഫ്റ്റ് ആവുന്ന സെന്റർ ഓഫ് മാസ് അങ്ങ് പുറത്തേക്ക് പോകുമോ? ഇല്ല. എന്താ സംഭവിക്കുന്നത്? ഇത് ഷിഫ്റ്റായി ഏതോ ഒരു മൊമെന്റിൽ ഈ ബ്ലൂ കളറിലെ പോർഷൻ എന്താ? റിമൈനിങ് പോർഷൻ ആണ്. നിങ്ങൾ ക്യാവിറ്റി ഉണ്ടാക്കുന്നു, അതിന്റെ റിമൈനിങ് പോർഷൻ ആണ് ബ്ലൂ കളറിലുള്ള ആ പോർഷൻ. എന്റെ സെന്റർ ഓഫ് മാസിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഗ്രീൻ കളറിൽ കാണുന്നത് എന്താ? ക്യാവിറ്റി ആണ്. മക്കളെ, ഏതോ ഒരു മൊമെന്റിൽ ഈ ബ്ലൂ കളർ, അതായത് റിമൈനിങ് പോർഷനും നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റുന്ന ആ ഗ്രീൻ പോർഷൻ, അത് റിമൂവ്ഡ് പോർഷനുമാണ്. ഇവർ രണ്ടുപേരും ഈക്വൽ ആവും ഏതോ ഒരു മൊമെന്റിൽ, അല്ലെ? ആവാമല്ലോ, ഉറപ്പായിട്ടും ആവാമല്ലോ. അപ്പൊ ഏതോ ഒരു മൊമെന്റിൽ ഇവന്റെ റിമൈനിങ് പോർഷനും റിമൂവ്ഡ് പോർഷനും ഈക്വൽ ആവുകയും അതിനുശേഷം വീണ്ടും നിങ്ങൾ കൂടുതൽ പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ക്യാവിറ്റിയുടെ മാസ് അങ്ങോട്ട് കൂടാൻ തുടങ്ങും. അപ്പൊ ക്യാവിറ്റിയുടെ പോർഷന്റെ മാസ് കൂടാൻ തുടങ്ങുമ്പോൾ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആയ സെന്റർ ഓഫ് മാസ് തിരിച്ച് ക്യാവിറ്റിക്ക് അകത്തേക്ക് പോകും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, എല്ലായ്പ്പോഴും സെന്റർ ഓഫ് മാസ് ആ ബോഡിയിൽ തന്നെ ആവണം എന്നില്ല. സംടൈംസ് ഇറ്റ് ലൈസ് ഔട്ട്സൈഡ് ദ ബോഡി എന്ന് പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനെ ഒരു തിയറി നിങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷെ ഞാനിപ്പോ ഇവിടെ പറഞ്ഞില്ലേ, കട്ട് ചെയ്താൽ പിന്നെ തിരിച്ചു വരും, ഈക്വൽ ആവുന്നത് തൊട്ടെന്നൊക്കെ പറയുന്നില്ലേ, അത് ജസ്റ്റ് ഒരു ഐഡിയ, ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് നീറ്റിനോ അല്ലെങ്കിൽ JEE എക്സാമിനോ അങ്ങനെയൊന്നും ഒരു ക്വസ്റ്റൻ അല്ല ചോദിച്ചു കാണാറ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പോർഷൻ, ഇത്ര റേഡിയസ്, നമ്മൾ ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്ര ഒരു പോർഷൻ എടുത്ത് കളഞ്ഞതിന് ശേഷമുള്ള റിമൈനിങ് പോർഷന്റെ സെന്റർ ഓഫ് മാസ്, അത് ബേസിക്കലി ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഒക്കെ ചോദിച്ചു കാണാറുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നു, ഞാൻ ഇപ്പൊ പറഞ്ഞ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ അതേ മോഡലിൽ വന്നിരിക്കുന്ന ഒരു ഫിഗർ ആണ്. അപ്പൊ ആ ഫിഗർ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഇക്വേഷൻ പഠിക്കാം. ഈ ഇക്വേഷൻ പഠിപ്പിക്കും, അത് കഴിഞ്ഞ് അതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡും പഠിക്കും. നിങ്ങൾ ഷോർട്ട് കട്ട് മെത്തേഡ് ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി, ഇവിടെ ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ബട്ട് സ്റ്റിൽ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. കാര്യം നമ്മൾ എല്ലായിടത്തും കൊണ്ട് ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഓർക്കുക, ചിലപ്പോൾ ഈ ഷോർട്ട് കട്ട് ഇക്വേഷൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, പക്ഷെ പഠിക്കുന്ന കോൺസെപ്റ്റ് കയ്യിൽ നിന്ന് പോകത്തില്ല, അല്ലെ? പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് കയ്യിൽ നിന്ന് പോകത്തില്ല. ഷോർട്ട് കട്ട് മേ ബി മറക്കാം. ഇനിയും ഷോർട്ട് കട്ട് ഓർമ്മ ഉണ്ടെന്ന് തന്നെ വിചാരിച്ചു, നിങ്ങൾ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്തു, അതിനാരും ഇവിടെ കുറ്റമൊന്നും പറയത്തില്ല. പക്ഷെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം, ഞാൻ എല്ലാ വീഡിയോയിലും നമ്മളെ മിക്ക വീഡിയോസിലും എന്തെങ്കിലുമൊക്കെ ഷോർട്ട് കട്ടുകളും ട്രിക്സുകളും ടെക്നിക്സുകളും ഒക്കെ പറയാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. കൺസെപ്റ്റ് പഠിക്കാതെ ഒരു രക്ഷയില്ല. അപ്പൊ അതെന്തായാലും പഠിച്ചിരിക്കുക കേട്ടോ. യെസ്, നമുക്ക് അപ്പൊ ഇതിന്റെ ടോപ്പിക്കിലേക്ക്, അതായത് എങ്ങനെയാണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇവിടെ വലിയൊരു ഡിസ്ക് ഉണ്ട്, നമ്മുടെ കയ്യിൽ ഒരു വലിയ ഡിസ്ക് ഉണ്ട്. അപ്പൊ ആ വലിയ ഡിസ്കിന്റെ റേഡിയസ് 6 ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇത് ഒന്നേന്ന് ചെയ്യുകയാണ്. ശ്രദ്ധിച്ചിരുന്നു, ഇതായിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന വലിയ ഡിസ്ക്. ഇതാണ് വലിയ ഡിസ്ക്. ഈ വലിയ ഡിസ്കിന്റെ റേഡിയസ് നമുക്ക് 6 ആണെന്ന് അസ്യൂം ചെയ്യാം. ഈ വലിയ ഡിസ്കിന്റെ റേഡിയസ് 6 ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മളൊരു അസംഷൻ എടുക്കുകയാണ്. ഇവന്റെ റേഡിയസ് 6 ആണ്. ഈ വലിയ ഡിസ്കിന്റെ മാസ് നമുക്ക് M എന്ന് വിളിക്കാം. വലിയ ഡിസ്കിന്റെ മാസ് ഞാൻ M എന്ന് വിളിച്ചു. ഈ വലിയ ഡിസ്കിൽ നിന്നുമാണ് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത്? ഒരു ചെറിയ ഡിസ്ക് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ചെറിയ ഡിസ്ക് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പൊ ആലോചിച്ച് നോക്കുക, ഒരു ചെറിയ ഡിസ്ക് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് റൈറ്റ് നൗ ഈ ചെറിയ ഡിസ്കിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, അത് R/2 ആണ്, അല്ലെ? ആ ഫിഗറിൽ അത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി ഡയമീറ്റർ ആണ്. R. ഇതിന്റെ ഡയമീറ്റർ ആണ് 2R. അപ്പൊ റേഡിയസ് ഇതിന്റേത് 6 ആണ്, ഇതിന്റെ റേഡിയസ് R/2 ആണ്. ഇതിന്റെ റേഡിയസ് 6 ആണ്, വലുതിന്റെ റേഡിയസ് 6 ആണ്, ചെറുതിന്റെ റേഡിയസ് R/2 ആണ്. ക്ലിയർ? അത് ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, എങ്ങനെയാണ് ഈ ക്വസ്റ്റിന്റെ കോൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. സോ എല്ലാവരും അത് പ്രോപ്പർ ആയിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ഇവിടെ XY ആക്സിസുകൾ കൺസിഡർ ചെയ്യും. ഞാൻ ഇവിടെ XY ആക്സിസുകൾ ഇങ്ങനെ കൺസിഡർ ചെയ്യും. XY ആക്സിസ് കൺസിഡർ ചെയ്യും.
ഈ XY ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ്. നിങ്ങൾ ഈ പോർഷൻ ഒക്കെ കട്ട് ചെയ്ത് കളയുന്നതിന് മുമ്പുള്ള വൈറ്റ് കളറിൽ ഞാൻ വരച്ചിരിക്കുന്ന ആ സർക്കുലാർ ഡിസ്കിന്റെ ഒറിജിനൽ സെന്റർ ഓഫ് മാസ് ഇവിടെ ആയിരുന്നു. ക്ലിയർ? ഇപ്പൊ റൈറ്റ് നൗ ഞാൻ എന്താ ചെയ്തത്? ഈ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളുടെ, ഈ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമ്മൾ ഏത് സൈഡിൽ നിന്നാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്? നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പൊ സെന്റർ ഓഫ് മാസ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. ഈ എക്സ് ആക്സിസിന്റെ മുകളിൽ നിന്ന് ആക്സിസിന്റെ അപ്പർ പോർഷനിൽ നിന്ന് എത്ര മാസ് പോകുന്നോ അത്രയും മാസ് ആക്സിസിന്റെ ലോവർ പോർഷനിൽ നിന്ന് പോകുന്നുണ്ട്. അതായത് ആക്സിസിന്റെ മുകളിൽ നിന്ന് പോകുന്ന അത്രയും മാസ് ആക്സിസിന്റെ താഴെ നിന്നും പോകുമ്പോൾ ഉറപ്പായിട്ടും സെന്റർ ഓഫ് മാസ് മുകളിലോട്ടോ താഴോട്ടോ ഷിഫ്റ്റ് ആവില്ല, അല്ലേ? കാര്യം മുകളിൽ നിന്ന് എത്ര പോർഷൻ പോയോ അത്രയും പോർഷൻ താഴോട്ടും പോയിട്ടുണ്ട്. അപ്പൊ ഷിഫ്റ്റ് വെർട്ടിക്കൽ ഡിറക്ഷനിൽ ഉണ്ടാവത്തില്ല. കാര്യം മുകളിൽ നിന്ന് അത്ര പോയി അത്രയും തന്നെ താഴെ നിന്ന് പോയി. പക്ഷേ Y ആക്സിസിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് കുറെ മാസം അങ്ങ് പോയി, പക്ഷെ ലെഫ്റ്റ് സൈഡിൽ മാസ് കൂടുതലാണ്. അപ്പൊ ഉറപ്പായിട്ട് അത് എക്സ് ആക്സിസിൽ ഷിഫ്റ്റ് ഉണ്ടാക്കും. ആക്സിസിലേക്ക് ഷിഫ്റ്റ് ഉണ്ടാക്കും. അപ്പൊ ആക്സിസിലെ ഷിഫ്റ്റ് ഉള്ളൂ റൈറ്റ് നൗ. അപ്പൊ നിങ്ങൾ എക്സിന്റെ ഇക്വേഷൻ എഴുതിയാൽ മതി. കാര്യം ഷിഫ്റ്റ് എക്സിലേ ഉള്ളൂ, വൈയിലില്ല. അപ്പൊ നിങ്ങൾ എക്സിന്റെ ഇക്വേഷൻ എഴുതാൻ പഠിക്കുക. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്. എന്താ? XCM ജനറൽ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ XCM വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ജനറൽ ഇക്വേഷൻ? M1x1 പ്ലസ് M2x2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്നായിരുന്നു നമ്മൾ പഠിച്ചിരിക്കുന്ന ജനറൽ ഇക്വേഷൻ. ഇൻ ടേംസ് ഓഫ് കോർഡിനേറ്റ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആണോ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉള്ളത് എന്താന്ന് വെച്ചാൽ M1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ്. M1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ്. ടോട്ടൽ മാസ് ക്യാപിറ്റൽ M ആണെന്ന് എനിക്കറിയാം. M2 എന്ന് പറഞ്ഞാൽ ഇനിയും തൊട്ട് ക്യാവിറ്റി ടൈപ്പ് പ്രോബ്ലത്തിൽ റിമൂവ്ഡ് മാസ് ആണെന്ന് എടുക്കുക. ഓക്കെ, റിമൂവ്ഡ് മാസ് ആണെന്ന് എടുക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ റിമൂവ് അല്ലേ ചെയ്യുന്നത്? അപ്പൊ ഇവിടുന്ന് നിങ്ങൾ റിമൂവ് ചെയ്താൽ പിന്നെ പ്ലസ് ഇടരുത്, മൈനസ് ഇടണം. റിമൂവ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ആലോചിക്കുന്നതെങ്കിൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതണം? XCM. അപ്പൊ ഇത് സെന്റർ ഓഫ് മാസ് ഏത് കേസിലാ? ക്യാവിറ്റി പ്രോബ്ലത്തിലാണ്. ക്യാവിറ്റി പ്രോബ്ലത്തിൽ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതണം? XCM വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും ഇക്വേഷൻ? M1x1 മൈനസ് M2x2 ഡിവൈഡഡ് ബൈ M1 മൈനസ് M2. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒരു കാരണവശാലും അതൊന്നും തെറ്റിപ്പോകരുത്. M1 എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? ടോട്ടൽ മാസ് ആണ്. M1 എന്ന് പറഞ്ഞാൽ ആരാ? ടോട്ടൽ മാസ് ആണ്. നമ്മുടെ ടോട്ടൽ മാസ് ആണ് M1. അതിപ്പോ റൈറ്റ് നൗ ക്യാപിറ്റൽ M ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. M2 എന്ന് പറഞ്ഞാൽ ആരാ? അത് മാസ് ഓഫ് ക്യാവിറ്റി, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം റിമൂവ്ഡ് മാസ്. റിമൂവ് ചെയ്യുന്നത് ആരെയാണോ അതുകൊണ്ടാണ് മൈനസ് വന്നത്. നിങ്ങൾ ഇപ്പൊ റിമൂവ് ചെയ്തത് M2-നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ മൈനസ് വന്നത്. ക്ലിയർ? അപ്പൊ M1x1 മൈനസ് M2x2 ഡിവൈഡഡ് ബൈ M1 മൈനസ് M2 എന്ന് എഴുതാം. സെറ്റ് ആണോ? ഇത് പക്കയായിട്ട് മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളണേ. നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ. ഈ M1x1 മൈനസ് M2x2 ഇൻ ടേംസ് ഓഫ് M1 M2 മാസിലല്ലേ എഴുതിയത്? അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇക്വേഷനെ എങ്ങനെയും എഴുതി പഠിക്കാം. XCM ഈക്വൽ ടു A1x1 മൈനസ് A2x2 ഡിവൈഡഡ് ബൈ A1 മൈനസ് A2 എന്ന് എഴുതി പഠിക്കാം. അപ്പൊ A1 ആരാ? M1 ടോട്ടൽ മാസ് ആയതുപോലെ A1 ആരായി? ടോട്ടൽ ഏരിയ ആയി. അല്ലാതെ ഈ ചെറിയ പോർഷന്റെ ഏരിയ ആണോ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. A1 ആരാ? ടോട്ടൽ ഏരിയ ആയി. A2 ആരാ? നിങ്ങൾ റിമൂവ് ചെയ്തവന്റെ ഏരിയ ആയിട്ട് മാറിക്കഴിഞ്ഞു. ക്ലിയർ? ഏരിയ കണ്ടുപിടിക്കാൻ പറ്റില്ല. πr സ്ക്വയറും ഇതിന്റെ πr/2ന്റെ സ്ക്വയറും വെച്ച് ചെയ്യാമല്ലോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻ ടേംസ് ഓഫ് ഏരിയയിലും നമുക്ക് ഇക്വേഷൻസ് പറയാൻ പറ്റും. അതൊന്നുമില്ല, വളരെ സിമ്പിൾ. എന്താണെന്നറിയോ? ഈ ഏരിയ ഇവിടെ കണ്ടോ, ഒരു മാസ് കണ്ടില്ലേ? മാസിനെ എന്തെന്ന് വിളിക്കാം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് വിളിക്കാം. ഈ ഇക്വേഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മാസിനെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് വിളിക്കാം. വോളിയത്തിനെ ഏരിയ ഇൻറ്റു തിക്നെസ് എന്ന് വിളിക്കാം. അപ്പൊ ഇവരുടെ എല്ലാം തിക്നെസ്സും ഡെൻസിറ്റിയും ഒക്കെ സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് ഡെൻസിറ്റി സെയിം ആണ്, തിക്നെസ് മാറുന്നില്ല. പക്ഷെ നമ്മുടെ ഏരിയ മാത്രം മാറുന്നുണ്ട്.
അപ്പം ന്യൂമറേറ്ററിലും മാസ് ഉണ്ട്, ഡിനോമിനേറ്ററിലും മാസ് ഉണ്ട്. ന്യൂമറേറ്ററിലും മാസ് ഉണ്ട്, ഡിനോമിനേറ്ററിലും മാസ് ഉണ്ട്. അപ്പൊ മാസിനെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നും വോളിയത്തിനെ ഏരിയ ഇൻറ്റു തിക്നെസ് എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് പോയിട്ട് കിട്ടുന്നതാണ് ഇത്. അപ്പൊ അതൊന്നും നിങ്ങൾ പഠിക്കാനൊന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട, ഡയറക്റ്റ് ഈക്വേഷൻ പഠിച്ചു വെക്കുക. ക്ലിയർ? അപ്പൊ അത് ഓർത്ത് വെക്കാമല്ലോ, വളരെ ഈസി ആണല്ലോ. വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. സെറ്റ്. അപ്പൊ ഇനി ഇതിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, നമുക്ക് അതിലേക്കൊന്ന് പോകാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, എല്ലാവരും ദയവ് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇവിടെ നമ്മുടെ കയ്യിൽ 6 റേഡിയസ് ഉള്ള ഒരു സർക്കുലാർ ഡിസ്ക് ഉണ്ടായിരുന്നു അല്ലെ. അതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്തേ, നമ്മൾ ഒരു R/2 റേഡിയസ് ഉള്ള ഒരു പോർഷൻ, R/2 റേഡിയസ് ഉള്ള ഒരു പോർഷൻ റിമൂവ് ചെയ്തു അല്ലെ. യെസ്, R/2 റേഡിയസ് ഉള്ള ഒരു പോർഷൻ റിമൂവ് ചെയ്തു. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് റിമൈനിങ് പോർഷന്റെ ഈ കാണുന്ന റിമൈനിങ് പോർഷന്റെ സെന്റർ ഓഫ് മാസ് എവിടെയെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താ? XCM ഈക്വൽ ടു ഞാൻ മാസ് വെച്ച് തന്നെ അങ്ങ് ചെയ്യുകയാണ്. M1 x1 മൈനസ് M2 x2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. M1 x1 മൈനസ് M2 x2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ശ്രദ്ധിക്കേണ്ട കാര്യം, M1 ആരാ? മറക്കരുത്, അതൊന്നും മറന്നു പോകരുത്. M1 എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ടോട്ടൽ മാസ്. അപ്പൊ ടോട്ടൽ മാസ് M1 ഞാൻ ഇപ്പൊ ക്യാപിറ്റൽ M എന്ന് അങ്ങ് വിളിക്കുക. ശ്രദ്ധിച്ചിരുന്നാണ്. അപ്പൊ ഈ വലിയ ഡിസ്കിന്റെ ടോട്ടൽ മാസ് ക്യാപിറ്റൽ M എന്ന് വിളിക്കുന്നു. വലിയ ഡിസ്കിന്റെ റേഡിയസ് R എന്ന് നമുക്ക് തരുന്ന ക്വസ്റ്റ്യനകത്ത്. ഓക്കെ, ഇനി ചെറിയ മാസ് നമുക്കറിയില്ല. അപ്പം എന്താ, ഞാൻ M2 എന്നാണ് വിളിച്ചത് അല്ലെ. M2 എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ആരാ? റിമൂവ്ഡ് മാസ് ആയിരുന്നു. M2 ആരായിരുന്നു? റിമൂവ്ഡ് മാസ് ആയിരുന്നു. ആണോ? അപ്പൊ ഞാൻ ഈ റിമൂവ്ഡ് മാസ് M2നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇപ്പം M' എന്ന് വിളിച്ചു. റിമൂവ്ഡ് മാസിനെ ഞാൻ M' എന്ന് വിളിച്ചു. ഓക്കെ, ഇനി അവന്റെ റേഡിയസ് എത്രയായിരുന്നു? ഈ കാണുന്ന ഇത്രയും പോർഷന്റെ റേഡിയസ് എത്രയാണ് മക്കളെ? ഇത്രയും റേഡിയസ് എന്ന് പറയുന്നത് അത് R/2 ആയിട്ട് മാറി. സെറ്റ്. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഈ M1ഉം M2 ഒക്കെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ M1 ആരാ? M1 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ M ആണ്. ഇൻറ്റു ശ്രദ്ധിച്ചിരിക്കണം x1. വാട്ട് ഈസ് x1? ഈ x1ഉം x2 ഒക്കെ എന്തായിരുന്നു ആക്ച്വലി? x1ഉം x2 ഒക്കെ എന്തായിരുന്നു? നമ്മൾ എന്താണെന്നാ പഠിച്ചേക്കുന്നത്? x1ഉം x2 ഒക്കെ എന്താണെന്നാ പഠിച്ചേക്കുന്നത്? നമ്മൾ ഇവിടെ റൈറ്റ് നൗ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. എല്ലാവരും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുത്തി വെക്കാറുണ്ട്. ഈ XCM ഈക്വൽ ടു M1 x1 മൈനസ് M2 x2 ബൈ M1 മൈനസ് M2 എന്ന് എഴുതുമ്പോൾ കൺഫ്യൂഷൻ വരുത്തരുത്. M1 ടോട്ടൽ മാസും M2 റിമൂവ്ഡ് മാസും അങ്ങനെയാണെങ്കിൽ ഇത് മൈനസ് എടുത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന XCM ആരുടെയാണ്? ന്യൂ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് വെച്ചാൽ ന്യൂ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. ഇവിടെ നമ്മൾ ടോട്ടൽ മാസിനെ പറ്റി സംസാരിച്ചു, ഇവിടെ നമ്മൾ റിമൂവ്ഡ് മാസിനെ പറ്റി സംസാരിച്ചു. അപ്പൊ ഈ കിട്ടുന്നത് ആരാ? റിമൈനിങ് മാസിന്റേതാണ് എന്നത് മറക്കരുത്. അതായത് റിമൈനിങ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ കളർ. അപ്പൊ ഈ XCM ആരുടെയാണ്? ഈ XCM എന്ന് പറഞ്ഞാൽ ഇത് റിമൈനിങ്ങിന്റെ ആണ്. റിമൈനിങ് പോർഷന്റെ XCM എവിടെയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് തെറ്റിപ്പോരുത്. അപ്പൊ ഞാൻ ഈ എഴുതിയിരിക്കുന്ന XCM എന്ന് പറഞ്ഞാൽ റിമൈനിങ്, പിന്നീട് വരാൻ പോകുന്ന പോർഷന്റേതാണ്. ക്ലിയർ? സെറ്റ്. ഓക്കെ, അപ്പൊ M1 ആരാ? M1 ക്യാപിറ്റൽ M ആണ്. ഇൻറ്റു x1 ക്യാപിറ്റൽ M ആരാ? ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ വലിയ മാസ്. ആ വലിയ മാസിന്റെ സെന്റർ ഓഫ് മാസ് എവിടെ ആയിരിക്കുന്നത്? വലിയ മാസിന്റെ സെന്റർ ഓഫ് മാസ് ഇരിക്കുന്നത് കറക്റ്റ് ഇവിടെയല്ലേ? ആ വലിയ ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസ് ഇരിക്കുന്നത് എക്സാക്ട് സെന്ററിലല്ലേ? അതല്ലേ നമ്മള് XY ആക്സിസ് ഒക്കെ വരച്ചു നോക്കിയത്. XY ആക്സിസ് വരച്ചാൽ എക്സാക്ട് അതിന്റെ സെന്ററിൽ കൂടെ വരച്ചാൽ ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഇരിക്കുന്നത് എവിടെയാ? ഒറിജിനിലാണ്. അപ്പൊ ഇവിടെ ഒറിജിനിലാണ് ഇവൻ ഇരിക്കുന്നത്. അപ്പൊ ഒറിജിനിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ x1ഉം y1ഉം അതിന്റെ x1ഉം y1ഉം ഒക്കെ 0 ആയിപ്പോ. അപ്പൊ M1 x1 എന്ന് പറയുന്നത് 0 ആയിട്ട് മാറി. ക്ലിയർ? മൈനസ് M2 ആരാ? M2നെ ഞാൻ M' എന്ന് വിളിച്ചത്. പക്ഷെ റൈറ്റ് നൗ നിങ്ങൾ ഇവിടെ M' എന്ന് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതൊന്നും ഓപ്ഷനകത്ത് ഉണ്ടാവത്തില്ല. കാര്യം എന്താ? ഈ M2 എന്നും M' എന്നും ഒക്കെ നമ്മളാ വിളിച്ചത്. അപ്പൊ M' കണ്ടുപിടിക്കണം. അപ്പൊ M' എങ്ങനെ കണ്ടുപിടിക്കാം? എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇവന്റെ മാസ് ആണല്ലോ M'. നമുക്ക് ഇത്രയും പോർഷന്റെ മാത്രം, അതായത് ഈ കാണുന്ന പോർഷന്റെ മാത്രം മാസ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവന്റെ മാസ് കണ്ടുപിടിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ M' എങ്ങനെ കണ്ടുപിടിക്കും?
എനിക്ക് ആ ചെറിയ ഏരിയയുടെ മാസ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ മാസിനെ ശ്രദ്ധിച്ചിരിക്കണം. ഇത് ഇത്രയും ഏരിയയുടെയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ മാസിനെ ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് മാസ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി കിട്ടും അല്ലേ? ടോട്ടൽ മാസ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യില് നിങ്ങൾക്ക് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് വരെ യാത്ര ചെയ്യണം. കൊച്ചി ടു കോഴിക്കോട് ട്രാവൽ ചെയ്യണം. ഒരു 300 കിലോമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. 300 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്ക് 600 രൂപ എക്സ്പെൻസ് വന്നെന്ന് വിചാരിക്കുക. അപ്പൊ 1 കിലോമീറ്ററിന് എത്രയാണെന്ന് എങ്ങനെ അറിയുന്നത്? ടോട്ടൽ ഫെയറിനെ നിങ്ങൾ ട്രാവൽ ചെയ്ത കിലോമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ടോട്ടൽ ഫെയർ 600 രൂപയായിരുന്നു. നിങ്ങൾ ട്രാവൽ ചെയ്ത കിലോമീറ്റർ 300 കിലോമീറ്റർ ആണ്. അപ്പൊ 600 രൂപേനെ 300 കിലോമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 600/300 2 രൂപ എന്ന് കിട്ടും. അപ്പൊ അതെന്താ? 2 rupees പെർ കിലോമീറ്റർ. അതാണ് നിങ്ങൾ 1 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനെടുത്ത ഫെയർ. അപ്പൊ ടോട്ടലിനെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ടോട്ടൽ മാസിനെ ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാസ് പെർ യൂണിറ്റ് ഏരിയ, ഒരു യൂണിറ്റ് ഏരിയയിൽ ഇത് കിട്ടും. നിങ്ങൾക്ക് ഒരു യൂണിറ്റ് ഏരിയയിലെ മാസ് ആണോ വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് എന്താ? ഇത്രയും ഈ എം ഡാഷ് പോർഷൻ ഇരിക്കുന്ന ഏരിയ. അപ്പൊ എം ഡാഷ് പോർഷൻ ഇരിക്കുന്ന ഏരിയനെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഈ എം ഡാഷ് പോർഷൻ ഇരിക്കുന്ന ഏരിയനെ ഞാനിപ്പം എ ഡാഷ് എന്ന് അങ്ങ് വിളിച്ചു. എം ഡാഷ് ഉള്ള ഈ പോർഷനെ ഞാൻ എ ഡാഷ് എന്ന് വിളിച്ചു. അപ്പൊ എന്ത് ചെയ്യണം? M/A-നെ എ ഡാഷ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാര്യം ടോട്ടൽ മാസ് എം ആണ്, ടോട്ടൽ ഏരിയ എ ആണ്. ടോട്ടൽ മാസിനെ ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാസ് പെർ യൂണിറ്റ് ഏരിയ കിട്ടും. ആ മാസ് പെർ യൂണിറ്റ് ഏരിയനെ ഒരു യൂണിറ്റ് ഏരിയനെ എ ഡാഷ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത്രയിടത്തെ മാസ് എനിക്ക് കിട്ടും. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചിരുന്നോ? ടോട്ടൽ മാസ് എം ആണ്, ടോട്ടൽ മാസ് എം ആണ്. ടോട്ടൽ ഏരിയ എന്താ? ടോട്ടൽ ഏരിയ πr². റേഡിയസ് r ആണ്. അപ്പൊ πr². ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. ഇൻറ്റു എന്താ? ഇവന്റെ ഏരിയ. അവന്റെ ഏരിയ എത്രയാ? ഇവന്റെ റേഡിയസ് r/2 ആണ്. അപ്പൊ πr/2ന്റെ സ്ക്വയർ. πr². ഇവിടെ റേഡിയസ് r/2 ആണ്. അപ്പൊ πr/2ന്റെ സ്ക്വയർ. അപ്പൊ എന്നാ വരും? πr²/4 എന്ന് വരും. ക്ലിയർ? അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മക്കളെ, ഇവിടുന്ന് എനിക്ക് ആരെയൊക്കെ കട്ട് ചെയ്യാം? എന്താ, ഇവിടുന്ന് ഒരു πr², ഇവിടുന്ന് ഒരു πr² കട്ട് ചെയ്യാം. ഫൈനലി നമുക്ക് എത്ര കിട്ടും? എം ഡാഷ് എന്ന് പറയുന്ന വാല്യൂ എത്ര കിട്ടി? m/4 എന്ന് കിട്ടി. എം ഡാഷ് എന്ന് പറയുന്ന വാല്യൂ എനിക്ക് എത്ര കിട്ടി? m/4 എന്ന് കിട്ടി. ക്ലിയർ? സെറ്റ്? പക്കയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അപ്പൊ ഇവിടെ നോക്കൂ, M1 ടോട്ടൽ മാസ് ആയിരുന്നു, X1 അതിന്റെ ഒറിജിൻ ഇരുന്ന സ്ഥലം, അതിന്റെ സെന്റർ ഓഫ് മാസ് ഒറിജിനിലാണ് ഇരിക്കുന്നത്, അതെടുത്തു. മൈനസ് M2 എന്ന് പറഞ്ഞാൽ ഇവനാണ്, നമ്മുടെ എം ഡാഷ് ആണ്. M2 എന്ന് പറഞ്ഞാൽ ആരാ? എം ഡാഷ് ആണ് അല്ലെ? എം ഡാഷ് ആണ്. ഇൻറ്റു X2 എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നും അവന്റെ സെന്റർ ഓഫ് മാസിലേക്കുള്ള, അതായത് ആ ചെറിയ ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ചെറിയ ഡിസ്ക് ഇതല്ലേ? അല്ലെ? അങ്ങനെ തന്നല്ലേ? M1 ടോട്ടൽ മാസ്, X1 അവന്റെ സെന്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ്, ഒറിജിനിൽ നിന്ന് അവന്റെ സെന്റർ ഓഫ് മാസിലേക്ക്. ആ ടോട്ടലിന്റെ സെന്റർ ഓഫ് മാസ് ഒറിജിനിൽ തന്നെ ആയിരിക്കും, അതുകൊണ്ട് ഡിസ്റ്റൻസ് 0. M2 എന്ന് പറഞ്ഞാൽ എം ഡാഷ് ആണ്. ഇൻറ്റു അവന്റെ സെന്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ്, ഒറിജിനിൽ നിന്ന് അവന്റെ സെന്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് r/2 ആണ്. അപ്പൊ ഡിസ്റ്റൻസ് r/2 ഡിവൈഡഡ് ബൈ ഇവിടെ എനിക്ക് ചെറിയൊരു തെറ്റ് വെച്ചിട്ടില്ലേ? ഇവിടെ ഡിനോമിനേറ്ററിൽ ജനറൽ ഇക്വേഷനിലാണ് പ്ലസ്, അല്ലെങ്കിൽ ഇക്വേഷൻ എന്താ? M1 മൈനസ് M2 ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോണം. M1 മൈനസ് M2 ആണ് ഇവിടെ എഴുതുമ്പോ അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. M1 മൈനസ് M2 ആണ്. യെസ്, ഇത് M1 മൈനസ് M2 ആണ്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, വാ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ എഴുതാം? M1 മൈനസ് M2 എന്ന് എഴുതാം അല്ലെ? അപ്പൊ M1 എത്രയാ? M ആണ്. മൈനസ് M2 എന്ന് പറഞ്ഞാൽ M ഡാഷ് ആണ്. സോ ഇക്വേഷൻ അങ്ങനെ കിട്ടും. ഇത് 0 ആയിപ്പോ M ഡാഷ് എത്ര കിട്ടി നമുക്ക്? M ഡാഷ് എത്ര കിട്ടി? M ഡാഷ് m/4 ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇൻറ്റു ഡിസ്റ്റൻസ് r/2 ഡിവൈഡഡ് ബൈ M മൈനസ് M ഡാഷ്. M മൈനസ് M ഡാഷ് എന്ന് പറഞ്ഞാൽ m/4 എന്ന് കിട്ടി. ഇത് മക്കളെ എത്ര കിട്ടൂടാ? m/4 ഇൻറ്റു r/2 ഡിവൈഡഡ് ബൈ M മൈനസ് M/4 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 3m/4 എന്ന് കിട്ടും.
3m/4 എന്ന് കിട്ടും. ക്ലിയർ? ഇവിടുന്ന് ഇതാ ഒരു m/4ഉം m/4ഉം കട്ട് ചെയ്യാം. സോ ഫൈനലി നമുക്ക് എത്ര കിട്ടും? -r/2 ഒരു 3 ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു -r/6 എന്ന് കിട്ടും. ഇത് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ ഇതാണ്, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. -r/6 എന്ന് കിട്ടും. അതായത് സെന്ററിൽ നിന്നും ലെഫ്റ്റിലോട്ട്, കാര്യം റൈറ്റ് സൈഡിൽ നിന്നാണ് നിങ്ങൾ മാസ് എടുത്ത് കളയുന്നത്, റൈറ്റ് സൈഡിൽ നിന്ന് മാസ് റിമൂവ് ചെയ്താൽ സെന്റർ ഓഫ് മാസ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആവും. ലെഫ്റ്റിലോട്ടുള്ള ഷിഫ്റ്റ് കാണിക്കാനാണ് ആ നെഗറ്റീവ് വരുന്നത്. ക്ലിയർ? സെറ്റ് ആണോ? ഓക്കെ ആണോ? പക്കയായിട്ട് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. സെറ്റാണ്. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്യാവിറ്റി ടൈപ്പ് പ്രോബ്ലം ആയിരുന്നു. അപ്പൊ നമുക്ക് ഇനിയും അതിന്റെ ഒരു ഷോർട്ട് ട്രിക്ക് ഞാൻ പഠിപ്പിക്കാമെന്ന് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ആ ഷോർട്ട് ട്രിക്കിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഷോർട്ട് ട്രിക്ക് എന്ന് പറയുമ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഡയറക്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. അതങ്ങ് ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ വളരെ ഈസി ആയിട്ട് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ ബട്ട് സ്റ്റിൽ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഏതൊരു ഷോർട്ട് ട്രിക്ക് പഠിച്ചാലും ടെക്നിക്സ് പഠിച്ചാലും അതിന്റെ കോൺസെപ്റ്റ്, ഇതെന്താണ്, അതിന്റെ ബിഹൈൻഡ് ദ സീൻ നടക്കുന്നതെന്നൊന്ന് അറിഞ്ഞിരുന്നാൽ അത് വളരെ ഉപകാരമാകും. അതുകൊണ്ട് അതിന്റെ ഒരു ഡിസ്കഷൻ ഞാൻ തരുന്നു. ജസ്റ്റ് ഓർത്തു നോക്കുക, ഷോർട്ട് ട്രിക്കാണ്, പക്ഷെ അത് പറയുമ്പോൾ, അതിനെപ്പറ്റി നിങ്ങളോട് സംസാരിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഷോർട്ട് ട്രിക്ക് ഇത്രയും നേരം ഉണ്ടോ എന്നൊന്നും ആരും ചിന്തിക്കരുത്. അത് പറയുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഫൈനൽ ഇക്വേഷൻ ഡയറക്റ്റ് പഠിച്ചാൽ നമുക്ക് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാം. ഞാൻ എക്സാമ്പിൾ വൈസ് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്തും കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റിലേക്ക് നമുക്ക് അവനെ ഒന്ന് അപ്ലൈ ചെയ്തൊക്കെ നോക്കാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തേ, ഇതൊരു വലിയ മാസമായിരുന്നു. ഈ മാസിൽ നിന്ന് ഒരു ഡിസ്ക് ആണല്ലോ എടുത്ത് നമ്മൾ കളഞ്ഞത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു റിമൈനിങ് പോർഷനും ഉണ്ട്, ഒരു റിമൂവ്ഡ് പോർഷനും ഉണ്ട് അല്ലെ? ഒരു റിമൈനിങ് പോർഷൻ ആണ് ബ്ലൂ കളർ, ആ റിമൂവ്ഡ് പോർഷൻ ആണ് ഗ്രീൻ കളർ. അപ്പൊ അത് രണ്ട് പാർട്ടിക്കിളായിട്ട് എടുത്തുകൂടെ? ബ്ലൂ കളറിലെ ഒരു പാർട്ടിക്കിളും ഗ്രീൻ കളറിലെ ഒരു പാർട്ടിക്കിളും കൂടെ ചേർന്ന് വെക്കുന്നതല്ലേ ഒരു ഡിസ്ക്? ബ്ലൂ കളറിലെ ഒരു പാർട്ടിക്കിളും അതിനകത്തേക്ക് ഒരു ഗ്രീൻ കളറോട് ചേർന്നിരുന്നതായിരുന്നു നമ്മുടെ ഡിസ്ക്. അപ്പൊ അത് രണ്ട് പാർട്ടിക്കിൾ സിസ്റ്റം പോലെ ആക്ട് ചെയ്യും. ക്ലിയർ? അപ്പൊ അത് രണ്ട് മാസുകൾ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇമാജിൻ ചെയ്യാനായി പറയുന്നത്. ചിലർക്ക് ഡൗട്ട് വരും, ക്യാവിറ്റിക്ക് മാസ് ഇല്ലല്ലോ. ക്യാവിറ്റി ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കും. അതിനു മുമ്പ് ഈ ബ്ലൂ കളറും ആ ക്യാവിറ്റിയിൽ അവിടെ ഒരു മാസ് ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ചേരുന്നതാണ് ഈ വലിയ ഡിസ്ക്. ക്ലിയർ? നമ്മൾ XY ആക്സിസ് വരച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിന്റെ, ഈ ടോട്ടൽ ഡിസ്ക് എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണ്? ഒറിജിനിലാണ്. അപ്പൊ ഒറിജിനിൽ എന്ന് പറയുമ്പോൾ അതിന്റെ സെന്റർ ഓഫ് മാസ് 0 മനസ്സിലായി ആണോ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സെന്റർ ഓഫ് മാസ് കാണാൻ നമ്മൾ പഠിച്ച ജനറൽ ഇക്വേഷൻ എന്താ? ജനറൽ ഇക്വേഷൻ സെന്റർ ഓഫ് മാസിന്റെ XCM which is equal to m1x1 plus m2x2 divided by m1 plus m2 എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ? m1x1 plus m2x2 divided by m1 plus m2 എന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ജനറൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, m1 ഇവിടെ റൈറ്റ് നൗ m1 എനിക്ക് ആരാ? m1 എന്ന് പറഞ്ഞാൽ ബ്ലൂ, m2 ആരാ? ഗ്രീൻ. അങ്ങനെ വിചാരിച്ചു. m1 ബ്ലൂ ആണ്, m2 ഗ്രീൻ ആണ്. ആ സിസ്റ്റം ചേരുന്നതാണ് ഈ ടോട്ടൽ ഡിസ്ക്. ആ ടോട്ടൽ ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസ് ഒറിജിനിലാണ്, 0 അപ്പൊ XCM ആരാ? 0 ആണ്. XCM ആരാ? 0 ആണ്. ഇനി ഇവന്റെ മാസ് എന്താ? ബ്ലൂവിന്റെ മാസ് എന്താ? m1. ബ്ലൂവിന്റെ മാസ് എന്താ? m1. അത് ഒറിജിനിൽ നിന്നും x1 ഡിസ്റ്റൻസ് മാറി ഇവിടെ എവിടെ ആണ് ആ മാസ് അക്യുമുലേറ്റ് ചെയ്യുന്നത്? x1 ഡിസ്റ്റൻസ് മാറിയാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അതാണ് ഷിഫ്റ്റ് അല്ലെ? ഈ കട്ട് ചെയ്ത് നിങ്ങൾ എടുത്ത് കളഞ്ഞു, അസ്യൂം ചെയ്യുക. ഇവിടുന്ന് m2 മാസുള്ള ഇവനെ നിങ്ങൾ കട്ട് ചെയ്ത് എടുത്ത് കളഞ്ഞു. ക്ലിയർ? കളഞ്ഞതിന് ശേഷം അവിടെ ഒരു ബ്ലൂ ഷേപ്പ് ഉള്ള മാസ് ഇരിപ്പുണ്ട്. അതാണ് ആ ബ്ലൂ കളറിലെ മാസ്, അതാണ് m1. അപ്പൊ അവന്റെ സെന്റർ ഓഫ് മാസ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്, അതാണ് x1. സെറ്റ് ആണേ? ഇനി ഇവിടെ ഒരു മാസ് ഓൾറെഡി m2 ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ മാസ് m2 ഈ ഗ്രീൻ ഷെയ്ഡ് ആണല്ലോ. അതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാ? ആ ഗ്രീൻ സർക്കുലർ ഡിസ്കിന്റെ എക്സാക്ട് സെന്ററിലായിരിക്കും. അപ്പൊ ഈ കാണുന്ന ദൂരത്തിനെ ഞാൻ x2 എന്നും വിളിച്ചു. അപ്പൊ അതാണ് ഈ m1 ഈ m2, ഈ x1 ഈ x2. ക്ലിയർ? അപ്പൊ m1 ആരാ? ആക്ച്വലി m1 ഇപ്പൊ നമുക്ക് ആരാ? നമ്മുടെ പ്രോബ്ലത്തിൽ ഇപ്പൊ m1 ആരാ? റിമൈനിങ് മാസ്. m2 ആരാ? റിമൂവ്ഡ് മാസ്. ഓ, ആ റിമൈനിങ്ങും ആ റിമൂവ്ഡും ആകുന്ന രണ്ട് പാർട്ടിക്കിൾ ചേർന്നതാണ് ആ സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് ഒറിജിനിലാണ്.
ആ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് ഇക്വേഷൻ ആണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. എക്സ് സി എം ഈക്വൽ ടു m1x1 പ്ലസ് m2x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. എക്സ് സി എം എത്രല്ല? 0-ലാണ്. ഓ ഈസി ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്നാ വരും? m1x1 പ്ലസ് m2x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ടോട്ടൽ മാസ് ആയിട്ട് മാറി. ഈ ടോട്ടൽ മാസ് കൊണ്ട് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതങ്ങ് 0 ആയി പോകും. സോ എനിക്ക് ഫൈനലി കിട്ടും 0 ഈക്വൽ ടു ഇക്വേഷൻ എന്ത് കിട്ടും? m1x1 പ്ലസ് m2x2 എന്ന് കിട്ടും. ആണോ? അപ്പൊ ഇവിടുന്ന് എനിക്ക് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ എഴുതാം. എന്താ? m1x1 ഈക്വൽ ടു മൈനസ് m2x2. മക്കൾ ഇതൊക്കെ നമ്മൾ നേരത്തെ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ പഠിച്ച കാര്യമല്ലടാ. m1x1 ഈക്വൽ ടു m2x2 ആയിരിക്കണം. മാസ് ഇൻറ്റു ഡിസ്റ്റൻസ്. അത് എന്തിനോട് ഇക്വലന്റ് ആയിരിക്കണം? അടുത്ത രണ്ടാമത്തെ മാസ് ഇൻറ്റു ഡിസ്റ്റൻസിനോട് ഇക്വലന്റ് ആയിരിക്കണം. മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് ആരാ? മാസ് മൊമെന്റ്. ആക്ച്വലി ഇത് മാസ് മൊമെന്റ്. m1ന് സെന്റർ ഓഫ് മാസിലോട്ടുള്ള മാസ് മൊമെന്റും m2ന് സെന്റർ ഓഫ് മാസിലോട്ടുള്ള മാസ് മൊമെന്റ് ആയി എഴുതി വെച്ചിരിക്കുന്നത്. മാസ് മൊമെന്റ് എന്താണെന്നൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അത്രയൊന്നും ഇപ്പൊ ആലോചിച്ച് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഈ ലോജിക്ക് ഓർത്തിരുന്നാൽ മതി. ക്ലിയർ? അപ്പൊ m1x1 ഈക്വൽ ടു m2x2 ആയിരിക്കണം. നിങ്ങളോട് എന്ത് കാണാനാണ് ചോദിച്ചത്? x1 കാണാനാണ് ചോദിച്ചത്. x1 എന്താ? ഷിഫ്റ്റ് അല്ലെങ്കിൽ റിമൈനിങ് പോർഷന്റെ സെന്റർ ഓഫ് മാസിന്റെ ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടുന്ന് എനിക്ക് എന്ത് എഴുതാം? x1 വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. എന്താ? നിങ്ങൾ റൈറ്റ് സൈഡിൽ നിന്നാണ് കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പൊ സെന്റർ ഓഫ് മാസ് ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ്. തൊട്ട് മുമ്പേ പ്രോബ്ലം ചെയ്തപ്പോഴും -r/6 എന്നാണ് കിട്ടിയത്. അപ്പൊ മൈനസ് m2x2 ഡിവൈഡഡ് ബൈ m1 എന്ന് എനിക്ക് എഴുതാം. ക്ലിയർ? x1 ആരാ? x1 എന്ന് പറയുന്നത് ആരാ? x എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ക്യാവിറ്റി. ക്യാവിറ്റി അല്ല, സോറി, ക്യാവിറ്റി അല്ലല്ലോ, റിമൈനിങ് അല്ലേ. x1 എന്ന് പറയുന്നത് എത്ര ഷിഫ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ആ റിമൈനിങ് പോർഷന്റെ ആണ്. അപ്പൊ എക്സ് റിമൈനിങ് ആണ് നമ്മളോട് കാണാൻ ചോദിക്കുന്നത്. എക്സ് റിമൈനിങ് ആണ് കാണാൻ ചോദിക്കുന്നത്. m2 ആരാ? മാസ് ഓഫ് ദ ക്യാവിറ്റി. മാസ് ഓഫ് ദി ക്യാവിറ്റി. ക്യാവിറ്റി ഇൻറ്റു എക്സ് ആരാ? ഡിസ്റ്റൻസ് ഓഫ് ദി cavity. Distance of the cavity divided by mass of, sorry, mass of അല്ല, സോറി അല്ലെ, മാസ് അല്ലേ? yes, mass of remaining mass of remaining ദാ അല്ലേ, mass of remaining ദാ. ഈ ഇക്വേഷൻ നിങ്ങൾ അങ്ങ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. ഈ ഇക്വേഷൻ ഉറപ്പായിട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഒരു നെഗറ്റീവ് ഇട്ട് കൊടുത്തോ, കാര്യം ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് എന്ന് കാണിക്കാൻ. ഒബ്വിയസ്ലി ഇവിടെ നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് പഠിച്ചു വെക്കാമല്ലോ. എന്താ? എക്സ് റിമൈനിങ് ആണ് ചോദിക്കുന്നതെങ്കിൽ മാസ് ഓഫ് ദ ക്യാവിറ്റീനെ എക്സ് ഓഫ് ദ ക്യാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മാസ് ഓഫ് ദ റിമൈനിങ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതാണ് m1x1 ഈക്വൽ ടു m2x2. അങ്ങനെ അങ്ങ് എടുത്താൽ മതി. m1 ആരാ? മാസ് ഓഫ് ദി റിമൈനിങ് പോർഷൻ. x1 ഒറിജിനിൽ നിന്നും ആ റിമൈനിങ് പോർഷന്റെ സെന്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ്. m2 മാസ് ഓഫ് ദി ക്യാവിറ്റി. x2 ആരാ? ഒറിജിനിൽ നിന്നും ആ ക്യാവിറ്റിയുടെ, നമ്മൾ ഉണ്ടാക്കിയ ഹോളിന്റെ, നമ്മൾ എത്ര പോർഷനാണ് എടുത്തു കളഞ്ഞത്, അതിന്റെ സെന്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ്. ക്ലിയർ? ഈ ലോജിക്ക് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ m ക്യാവിറ്റി ഇൻറ്റു x ക്യാവിറ്റി ഡിവൈഡഡ് ബൈ m റിമൈനിങ്. അപ്പൊ ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ലീസ്റ്റ് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഓർത്ത് വെക്കാം. m1x1 ഈക്വൽ ടു m2x2 ആണ്. നെഗറ്റീവ് ഒന്നും ഇടണമെന്ന് നിർബന്ധമില്ല. m1x1 ഈക്വൽ ടു m2x2 ആണ്. മാസ് ഓഫ് ദ ക്യാവിറ്റി, സോറി, മാസ് ഓഫ് ദ റിമൈനിങ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ദ റിമൈനിങ് ഈക്വൽ ടു മാസ് ഓഫ് ദ ക്യാവിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ദ ക്യാവിറ്റി. ഇനി ഈ ഇക്വേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത പ്രോബ്ലം ഒന്ന് എടുത്ത് നോക്കിക്കേ. തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം ഇപ്പൊ റൈറ്റ് നോ നമ്മൾ പഠിച്ച എന്താ? മാസ് ഓഫ് ദ ക്യാവിറ്റി. അപ്പൊ ഞാനത് ഇവിടോട്ടൊന്ന് എഴുതിക്കോട്ടെ. ഇവിടെ ഒന്ന് എഴുതുന്നത് നമുക്ക് ഇവിടോട്ട് എഴുതാം. ഇവിടെ ഉള്ളു സ്പേസ്. ജസ്റ്റ് ഇവിടോട്ട് എഴുതി നോക്കാം. മാസ് ഓഫ് ദി ഫസ്റ്റ് ഇക്വേഷൻ, മാസ് ഓഫ് ദി m1x1 ഈക്വൽ ടു m2x2. m1 ആരാ? മാസ് റിമൈനിങ് എത്ര ആയിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? മാസ് റിമൈനിങ് എത്ര ആയിരുന്നടാ? നമ്മൾ m/4 3m/4 അല്ലേ? 3m/4 യെസ്. മാസ് റിമൈനിങ് m-ന്ന് m/4 കുറയ്ക്കണം. ഇത് m/4 ആയിരുന്നു, മൊത്തം m ആയിരുന്നു. അപ്പൊ m/4 കുറച്ചാൽ റിമൈനിങ് ഉള്ളത് 3m/4 ആണ്. അപ്പൊ മാസ് റിമൈനിങ് 3m/4 ഇൻറ്റു അതിന്റെ ഡിസ്റ്റൻസ് ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് അറിയത്തില്ല, ഈ ഷിഫ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. x വിച്ച് ഈസ് ഈക്വൽ ടു മാസ് റിമൂവ്ഡ്, അത് എത്രയാ? m/4 ആയിരുന്നു.
m/4 ആണ് നമ്മൾ കട്ട് ചെയ്തത് ഇൻറ്റു അതിലേക്കുള്ള ഡിസ്റ്റൻസ് r/2 ആയിരുന്നു. അതിലേക്കുള്ള ഡിസ്റ്റൻസ് r/2 ആയിരുന്നു. ഇതാ m/4 കട്ട് ചെയ്യാം, m/4 കട്ട് ചെയ്യാം. ഷിഫ്റ്റ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ r/2 ആണ്. ഇവിടെ ഒരു 3 ഉണ്ട്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് r/6 എന്ന് കിട്ടും. നെഗറ്റീവ് സൈൻ ഇക്വേഷനകത്തുണ്ട്, നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തെന്ന്. കണ്ടോ എത്ര സെക്കൻഡ് വേണം? ഒരു 30 സെക്കൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ r/6 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടുമായിരുന്നു. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻ ദ ഫിഗർ ഗിവൺ എ ഡിസ്ക് ഓഫ് റേഡിയസ് r/4 ഈസ് റിമൂവ്ഡ് ഫ്രം ദ ബിഗർ ഡിസ്ക് ഓഫ് റേഡിയസ് r. നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച കോൺസെപ്റ്റില് r റേഡിയസ് ഉള്ള ഡിസ്കിൽ നിന്ന് r/2 റേഡിയസ് ഉള്ള ഡിസ്ക് ആയിരുന്നു റിമൂവ് ചെയ്തത്. ഇവിടെ ഡിസ്കിന്റെ റേഡിയസ്, അതായത് റിമൂവ്ഡ് ഡിസ്കിന്റെ റേഡിയസ് r/4 ആയിട്ട് മാറി. ഇവന്റെ റേഡിയസ് r/4 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ പുതിയ സെന്റർ ഓഫ് മാസിന്റെ ഷിഫ്റ്റ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, അപ്പൊ ഷിഫ്റ്റ് ഉറപ്പായിട്ട് ലെഫ്റ്റിലോട്ടായിരിക്കും. നമ്മളോട് ആ ഷിഫ്റ്റ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ച ഷോർട്ട് കട്ട് ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? നമ്മൾ പഠിച്ച ജനറൽ ഇക്വേഷൻ എന്താ? m1x1 ഈക്വൽ ടു m2x2 എന്നായിരുന്നു. അതായത് മാസ് ഓഫ് ദി റിമൈനിങ് അല്ലേ ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് റിമൈനിങ് വിച്ച് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി ക്യാവിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ക്യാവിറ്റി. ഈ ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചത്. നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചാൽ മതി? എക്സ് റിമൈനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് റിമൈനിങ് വിച്ച് ഈസ് ഈക്വൽ ടു എന്നാ വരും? മാസ് ഓഫ് ദി ക്യാവിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ദി ക്യാവിറ്റി ഡിവൈഡഡ് ബൈ മാസ് ഓഫ് റിമൈനിങ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇനി ഈ വാല്യൂസ് ഒക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? മാസ് ഓഫ് ദ ക്യാവിറ്റി കണ്ടുപിടിക്കണം. മക്കളെ ടോട്ടൽ മാസ്, നമുക്ക് ടോട്ടൽ മാസ് ഓഫ് ദ ഡിസ്ക് നിങ്ങൾക്ക് m എന്ന് അസ്യൂം ചെയ്യാം. ടോട്ടൽ മാസ് ഓഫ് ദ ഡിസ്ക് m എന്നോ m1 എന്നോ എങ്ങനെ വേണമെങ്കിലും അസ്യൂം ചെയ്യാം. അപ്പൊ ഈ ക്യാവിറ്റിയുടെ മാസ് ഞാൻ m' എന്ന് വിളിക്കുന്നു. ക്യാവിറ്റിയുടെ മാസ് ഞാൻ m' എന്ന് വിളിക്കുന്നു. അപ്പൊ ക്യാവിറ്റിയുടെ മാസ് എങ്ങനെ കാണുന്നത്? തൊട്ട് മുമ്പ് പഠിച്ചതല്ലേ ഉള്ളൂ. ടോട്ടൽ മാസിനെ സോറി ഞാൻ ചെറുതായിട്ട് ഇവിടെ ഒന്ന് തട്ടി വീഴാൻ ഭാവിച്ചതാ. ടോട്ടൽ മാസിനെ ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ മാസിനെ ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് മാസ് പെർ യൂണിറ്റ് ഏരിയ കിട്ടും. ആ മാസ് പെർ യൂണിറ്റ് ഏരിയനെ നമുക്ക് ഈ ക്യാവിറ്റിയുടെ ഏരിയ a' ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ ക്യാവിറ്റിയുടെ ഏരിയ a' കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരുന്നോ? m' ഈക്വൽ ടു ടോട്ടൽ മാസ് m ആണ്, ടോട്ടൽ ഏരിയ πr² എന്ന് വിളിക്കാം. ടോട്ടൽ ഏരിയ πr² എന്ന് വിളിക്കാം. റേഡിയസ് r ആണ്, അപ്പൊ πr² എന്ന് വിളിക്കാം. ഇൻറ്റു ഇവന്റെ ഏരിയ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അത് എത്ര വരും? അവന്റെ ഏരിയ കാണണമെങ്കിൽ ആദ്യം ഇവന്റെ റേഡിയസ് അറിയണം. റേഡിയസ് എത്ര മക്കളെ? r/4 ആണ്. അപ്പൊ പൈ r/4 ദ ഹോൾ സ്ക്വയർ. അപ്പൊ എത്ര വരും? പൈ r² ബൈ 4ന്റെ സ്ക്വയർ ആണ് 16 എന്ന് വരും. πr² കട്ടായി പോയി. അപ്പൊ നമുക്ക് m' കിട്ടി. എത്രയാ? m/16 എന്ന് കിട്ടി. m' കിട്ടി m/16. m'(m/16) അതായത് ക്യാവിറ്റിയുടെ മാസ് m/16 എന്ന് കിട്ടി. ടോട്ടൽ മാസ് m അല്ലേ? ടോട്ടൽ മാസ് m ആണെങ്കിൽ റിമൂവ്ഡ് എത്ര കിട്ടണം? മാസ് ഓഫ് റിമൂവ്ഡ്, സോറി മാസ് ഓഫ് റിമൂവ്ഡ് അല്ല, മാസ് ഓഫ് റിമൈനിങ് അല്ലേ വേണ്ടത്? റിമൂവ്ഡ് ആണല്ലോ ക്യാവിറ്റി, അത് m/16 എന്ന് കിട്ടി. ടോട്ടൽ m ആയിരുന്നു. m-ന്ന് എത്ര കുറയ്ക്കുക? m/16 കുറയ്ക്കുക. അപ്പൊ നമുക്ക് 16m മൈനസ് m ദാറ്റ് ഈസ് ഈക്വൽ ടു 15m ഡിവൈഡഡ് ബൈ 16 എന്ന് കിട്ടും. 15m ഡിവൈഡഡ് ബൈ 16 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? മാസ് ഓഫ് ദ ക്യാവിറ്റി കിട്ടി. ഇത് ക്യാവിറ്റിയുടെ മാസ് ആണ് കേട്ടോ. ഇത് മാസ് ഓഫ് ദി m' എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ക്യാവിറ്റി ആണ്. ഇപ്പൊ ക്യാവിറ്റിയുടെ മാസ് എനിക്ക് കിട്ടി, റിമൈനിങ് മാസ് കിട്ടി. അപ്പൊ വാല്യൂസ് ഇവിടെ മാസ് ഓഫ് ദ ക്യാവിറ്റി ഉണ്ട്, റിമൈനിങ് മാസും കൊടുക്കണം. അത് നമുക്ക് ഓക്കെ, ക്ലിയർ ആണ്. ഇനി എന്തുകൂടെ വേണം? എക്സ് ഓഫ് ക്യാവിറ്റി, അതായത് ഒറിജിനൽ സെന്റർ ഓഫ് മാസ്, ഇനിഷ്യലി ഉണ്ടായിരുന്ന ഒറിജിനൽ സെന്റർ ഓഫ് മാസ് അല്ലെങ്കിൽ ഒറിജിൻ എവിടെയാണോ അവിടുന്ന് ക്യാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇതാണ് ക്യാവിറ്റി, ഡിസ്റ്റൻസ് ഓഫ് ക്യാവിറ്റി കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. ഇതായിരുന്നു നമ്മുടെ ഒറിജിൻ ആണോ? ഇതായിരുന്നു ഒറിജിൻ. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ആയിരുന്നു. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ആയിരുന്നു? 6 ആയിരുന്നു.
അതിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്ത പോർഷൻ എത്ര മക്കളെ? നമ്മൾ റിമൂവ് ചെയ്ത പോർഷൻ എത്രയാടാ? റിമൂവ് ചെയ്ത പോർഷന്റെ ഡിസ്ക് ഇതാണ്. ഇനി ഇതിന്റെ സെന്റർ ഓഫ് മാസ്, ഇവന്റെ സെന്റർ ഓഫ് മാസ് എവിടെ ഇരിക്കുന്നത്? ഇവിടെ, ഇതാണ് സെന്റർ ഓഫ് മാസ് അല്ലെ? ആ ക്യാവിറ്റിയുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ ക്യാവിറ്റിയുടെ നിങ്ങൾ ഓർത്തു വെക്കുക, ഈ ഡയറക്റ്റ് ഷോർട്ട് കട്ട് ഇക്വേഷൻ ഒക്കെ പഠിച്ചു വെക്കുന്ന നല്ല കാര്യം. പക്ഷെ ഇതൊക്കെ എടുക്കാൻ അറിയണം. ഇതൊക്കെ എടുത്താലല്ലേ ഇവിടെ കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊക്കെ പഠിച്ചിരിക്കണം. അപ്പം ഈ ക്യാവിറ്റി അതിന്റെ മാസായ m/16 അക്കുമുലേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 6 ആണ്. ഇതെത്രയാണ് ഈ കാണുന്നത്? അത് അതിന്റെ റേഡിയസ് r/4 ആണ്. അപ്പം ബാക്കി റിമൈനിങ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. ബാക്കി ഈ റിമൈനിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ വാല്യൂ എത്രയാ? അത് r-r/4 ആണ്. തെറ്റിപ്പോകരുത്. അതെന്ന് പറയുന്നത് r-r/4 ആണ്. അപ്പൊ ആ വാല്യൂ നമുക്ക് ഇവിടോട്ട് കണ്ടുപിടിക്കാം. ഇവിടോട്ട് എഴുതി വെക്കാം. ഞാൻ ഈ ഡിസ്റ്റൻസ് ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ചുമ്മാ x' എന്നങ്ങ് വിളിച്ചു. x' എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ ആ x' കണ്ടുപിടിക്കാൻ പോവുകയാണ്. x' എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് 6 ആണ്. ആ 6-ൽ നിന്നും ഈ കാണുന്ന റേഡിയസ് ആയ r/4 അങ്ങ് കുറച്ചാൽ മതി. 6-ൽ നിന്നും r/4 കുറയ്ക്കും. 4r - r ദാറ്റ് ഈസ് ഈക്വൽ ടു 3r/4 എന്ന് നമുക്ക് ആ ഡിസ്റ്റൻസ് കിട്ടും. 3r/4 എന്ന് ആ ഒറിജിനിൽ നിന്നും, ഒറിജിനൽ സെന്റർ ഓഫ് മാസ്, സിസ്റ്റത്തിന്റെ ഒറിജിനൽ സെന്റർ ഓഫ് മാസ് നിന്നും അതിന്റെ ക്യാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടും. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എക്സ് റിമൈനിങ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ ക്യാവിറ്റി. മാസ് ഓഫ് ദ ക്യാവിറ്റി എത്രയാണ്? m/16. m ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു എക്സ് ഓഫ് ക്യാവിറ്റി. എക്സ് ഓഫ് ക്യാവിറ്റി ഇപ്പൊ കണ്ടുപിടിച്ചു, 3r/4 ആണ്. 3r/4 all divided by mass of remaining അല്ലേ? യെസ്, mass of remaining അത് എത്രയാണ് മക്കളെ? 15m/16. 15m divided by 16. ക്ലിയർ അല്ലേ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു m/16 കട്ട് ചെയ്ത് കളയാം. അതുപോലെ ഇവിടുന്ന് ഒരു 3ഉം അല്ലേ 15 കട്ട് ചെയ്യാം. 3ഉം 15 കട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു 5 എന്ന് കിട്ടും. 5 എന്ന് കിട്ടും. സോ r/4 താഴെ ഒരു 5 വരുന്നുണ്ട്. 5 × 4 20 ആണ്. സോ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും r/20. r/20 എന്ന് കിട്ടും. ഓപ്ഷൻ 4 കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാം. ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നു. അങ്ങനെ പ്രോപ്പർ ആയിട്ട് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഡൽഹി എയിംസിൽ അഡ്മിഷൻ കിട്ടുന്നത്. ഇതുകൂടെ ചെയ്യുമ്പോഴായിരിക്കും കിട്ടുന്നത്. അല്ലെ ചിലപ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കിട്ടത്തുള്ളായിരിക്കും. ഇപ്പൊ പലരും ആലോചിക്കുന്നത് കേൾക്കുമ്പോൾ അവിടെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. അവിടെങ്കിലും അല്ല, അത് കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ്. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജുകൾ, ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് എടുത്തപ്പോൾ അതിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഉണ്ട് എന്നൊരു ന്യൂസ് കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അടിപൊളിയാണ്. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ പോയി പഠിക്കാം. മെഡിക്കൽ കോളേജിൽ മാത്രം പഠിച്ചാൽ പോരാ. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നവർ മാത്രമല്ല ഈ വീഡിയോ കാണേണ്ടത്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, IIT-കളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു NIT-യിൽ പഠിക്കണമെന്ന് സ്വപ്നം കാണുന്നവർ ഒക്കെ ഈ വീഡിയോസ് കാണുക. കാര്യം ഞാൻ കുറച്ച് നാൾ കോഴിക്കോട് ഉണ്ടായിരുന്നു. അപ്പൊ കോഴിക്കോട് ഉണ്ടായിരുന്ന സമയത്ത് കാലിക്കറ്റ് NIT-യുടെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പം ആ ക്യാമ്പസ് കാണുമ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ച കോളേജൊക്കെ ഒന്നുമില്ലല്ലോ. അപ്പൊ NIT ക്യാമ്പസിലൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ്. എനിക്കൊന്നും പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല, കാരണം അന്ന് മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ അങ്ങനെ നല്ല ക്യാമ്പസിലൊക്കെ പഠിക്കാം കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ചോദിച്ചിരിക്കുന്നത്? എ ക്യാവിറ്റി ഓഫ് മാസ് m ആൻഡ് റേഡിയസ് b. A cavity of mass m and radius b is made in a disk of radius r, mass 4m. അതായത് r റേഡിയസ് ഉള്ള ഡിസ്ക്, അതിന്റെ മാസ് 4m ആണ്. അതിൽ നിന്ന് നിങ്ങൾ ഒരു ക്യാവിറ്റി ഉണ്ടാക്കി, ആ ക്യാവിറ്റിയുടെ മാസ് m-ഉം റേഡിയസ് b-യും ആണെന്നാണ് പറയുന്നത്. കൊള്ളാം, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് മാസ് ഫ്രം O. ഫൈൻഡ് ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് മാസ് ഫ്രം O. നമ്മളിപ്പോ ചെയ്ത മെത്തേഡിൽ ചെയ്താൽ പോരെ? അപ്പൊ എന്താ വേണ്ട? നമുക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഡിസ്റ്റൻസ് എക്സ് ഓഫ് റിമൈനിങ് ആണ് നമുക്ക് വേണ്ടത്. എക്സ് ഓഫ് റിമൈനിങ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താ നമ്മൾ പഠിച്ച ഇക്വേഷൻ? ഇപ്പൊ ചെയ്ത ഇക്വേഷൻ എന്തായിരുന്നു? മാസ് ഓഫ് ക്യാവിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ക്യാവിറ്റി ഡിവൈഡഡ് ബൈ മാസ് ഓഫ് റിമൈനിങ് അല്ലേ? m1x1 ഈക്വൽ ടു m2x2. അതാണ് ഈ സാധനം, ഒന്നുമില്ല. യെസ്, അപ്പൊ നോക്കിയേ, മാസ് ഓഫ് ക്യാവിറ്റി ഡയറക്റ്റ് അവർ തന്നിട്ടുണ്ട്. നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാവിറ്റിയുടെ മാസ് m ആണ്.
ഇൻറ്റു എക്സ് ഓഫ് ക്യാവിറ്റി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ എക്സ് ആണ് പ്രശ്നം. മാസ് ഓഫ് റിമൈനിങ് തന്നിട്ടുണ്ട്, തന്നിട്ടില്ല. ടോട്ടൽ മാസ് 4m ആണ്. ടോട്ടൽ മാസ് 4m ആണെങ്കിൽ 4m ന്ന് നിങ്ങൾ m ആണ് റിമൂവ് ചെയ്യുന്നത്. അപ്പൊ റിമൈനിങ് എത്രയാണ്? 3m ആണ്. അപ്പൊ തന്നെ ആ വാല്യൂസ് ഒക്കെ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മാസ് ഓഫ് ക്യാവിറ്റി m ആണ്, ഇൻറ്റു എക്സ് ഓഫ് ക്യാവിറ്റി എനിക്കറിയില്ല, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് റിമൈനിങ് എന്ന് പറയുന്നത് 3m ആണ്. അപ്പൊ ഡിനോമിനേറ്ററിൽ 3 എന്ന് പറയുന്ന ഒരു വാല്യൂ വരും. അപ്പൊ ഡിനോമിനേറ്ററിൽ 3 വരുന്നത് ഈ രണ്ട് ഓപ്ഷൻ അല്ലേ ഉള്ളൂ. അപ്പൊ തന്നെ ആൻസർ ഒരെണ്ണം പിക്ക് ചെയ്യാം. ഇനി ഇത് ചെയ്തു നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഡിനോമിനേറ്ററിൽ m കട്ട് ചെയ്താൽ ഡിനോമിനേറ്റർ 3 വരും. ഡിനോമിനേറ്റർ 3 വരും എന്ന് മനസ്സിലായി. അപ്പൊ ഡിനോമിനേറ്റർ 3 വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് മാസ് റിമൂവ് ചെയ്ത് കളഞ്ഞത്. അപ്പൊ ഉറപ്പായിട്ട് ഷിഫ്റ്റ് ലെഫ്റ്റിലോട്ടായിരിക്കും, ഓയുടെ ലെഫ്റ്റിലോട്ടായിരിക്കും. സോ ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും അല്ലെ. r-b/3 ലെഫ്റ്റ് സൈഡ് ഓഫ് O എന്നായിരിക്കും ഷിഫ്റ്റ്. കണ്ടോ, ഇത്രേ ഉള്ളൂ കാര്യം. എന്നെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എക്സ് ഓഫ് ക്യാവിറ്റിയും കൂടെ കണ്ടുപിടിക്കണം. അതായത് ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ ക്യാവിറ്റിയുടെ ഡിസ്റ്റൻസ് ഈ ഒറിജിനിൽ നിന്നും, അതായത് എക്സാക്ട് പഴയ സെന്റർ ഓഫ് മാസിൽ നിന്നും ഇതിന്റെ സെന്റർ ഓഫ് മാസിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കാണുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് 6 ആണ്. നമുക്ക് വേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് കാണാൻ ഈ ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് കുറച്ചാൽ പോരെ. ഇതിന്റെ റേഡിയസ് b ആണ്. ഈ കാണുന്ന ഡിസ്റ്റൻസ് ഇത് b ആണ് അല്ലെ. ഈ കാണുന്ന ചെറിയ ഡിസ്റ്റൻസ് b ആണ്, കാരണം ടോട്ടൽ ഇത് 2b. അപ്പൊ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് b ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഈ b കളഞ്ഞാൽ റിമൈനിങ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് എത്ര വരും? ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r-b എന്ന് വരും. ഓ, അത്രേ ഉള്ളൂ, ക്ലിയർ. അപ്പൊ ആ ഡിസ്റ്റൻസ് കിട്ടിയില്ല. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? r-b എന്ന് കൊടുക്കാം. m കട്ടായി പോയി. സോ ഫൈനലി കിട്ടി r-b ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. r-b ഡിവൈഡഡ് ബൈ 3 എങ്ങോട്ടാണ്? റൈറ്റ് സൈഡിൽ നിന്നാണ് എടുത്ത് കളയുന്നത്, ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആവും. സോ r-b ഡിവൈഡഡ് ബൈ 3 ലെഫ്റ്റ് സൈഡ് ഓഫ് O. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിയർ. അപ്പൊ ഈ ക്യാവിറ്റി ടൈപ്പ് പ്രോബ്ലം ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന വിശ്വാസത്തോടെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യനോട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ഈ ക്യാവിറ്റി റിലേറ്റഡ് പ്രോബ്ലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് കേട്ടോ. എന്താ ചോദിച്ചത്? ആസ് ഷോൺ ഇൻ ദ ഫിഗർ എ യൂണിഫോം റെക്ടാംഗുലർ ഷീറ്റ്, എ ട്രയാംഗുലർ ഷീറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം വൺ എഡ്ജ്. ഒരു എഡ്ജിൽ നിന്ന് ഒരു ട്രയാംഗുലർ ഷീറ്റ് അങ്ങ് നിങ്ങൾ റിമൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് മാസ് എങ്ങോട്ട് ഷിഫ്റ്റ് ആവും? ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആവും. ഓപ്ഷൻ നെഗറ്റീവ് ഉള്ളത് മാത്രം എടുത്താൽ മതി. ഇവിടെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടല്ലോ. അപ്പൊ ഓപ്ഷൻ നെഗറ്റീവിലേക്ക് എത്തി, അവിടേക്ക് എത്തിപ്പെട്ടു. ഇനി ഇത് രണ്ടിൽ ആരാണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ നമ്മളിപ്പം ഇക്വേഷൻ ഞാൻ പറഞ്ഞോട്ടെ. m1x1 എന്താ? മാസ് ഓഫ് റിമൈനിങ് ഇൻറ്റു ക്യാവിറ്റി ഓഫ് റിമൈനിങ്, മാസ് ഓഫ് റിമൈനിങ് ഇൻറ്റു ക്യാവിറ്റി ഓഫ് റിമൈനിങ്. മാസ് ഓഫ് റിമൈനിങ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് റിമൈനിങ് ഈക്വൽ ടു മാസ് ഓഫ് ക്യാവിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ക്യാവിറ്റി. നമുക്ക് വേണ്ടത് എന്താ? ഡിസ്റ്റൻസ് ഓഫ് റിമൈനിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ മാസ് ഓഫ് ക്യാവിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ക്യാവിറ്റി ഡിവൈഡഡ് ബൈ മാസ് ഓഫ് റിമൈനിങ് കണ്ടാൽ മതി. യെസ്. അപ്പൊ മാസ് ഒക്കെ കണ്ടുപിടിക്കണം നമുക്ക് അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ടോട്ടൽ ഡിസ്കിന്റെ മാസ് നമുക്ക് m എന്ന് എടുക്കാം. ടോട്ടൽ ഡിസ്കിന്റെ മാസ്, ടോട്ടൽ മാസ് ഇതെന്ന് പറയുന്നത് ടോട്ടൽ മാസ് ആണ്. ആ ടോട്ടൽ മാസ് ഞാൻ m എന്ന് എടുത്തു. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാസ് ഓഫ് ക്യാവിറ്റി വേണം, റിമൈനിങ് കൂടെ കണ്ടുപിടിക്കണം. അപ്പം ഇതിലൊരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ ഡിഫറൻസ് എടുത്താൽ മതി. അപ്പൊ നമുക്ക് ഈ ക്യാവിറ്റിയുടെ മാസം കണ്ടുപിടിക്കാം. ശ്രദ്ധിച്ചിരിക്കണം. ഈ ക്യാവിറ്റിയുടെ മാസ് ഞാൻ കാണാൻ പോവാണ്. അപ്പൊ ക്യാവിറ്റിയുടെ മാസ് m(c) ആണല്ലോ. ടോട്ടൽ മാസിനെ ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അവന്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ ക്യാവിറ്റി എന്ന് ഇപ്പൊ വിളിക്കാം അല്ലെ. ടോട്ടൽ മാസിനെ ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാസ് പെർ യൂണിറ്റ് ഏരിയ കിട്ടും. ആ മാസ് പെർ യൂണിറ്റ് ഏരിയനെ അതിന്റെ ക്യാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത്ര നേരം ചെയ്ത മെത്തേഡ് അങ്ങനെ തന്നെയാണ്. അപ്പൊ ടോട്ടൽ മാസ് m ആണ്. ടോട്ടൽ ഏരിയ റെക്ടാംഗിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് 20 × 60, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 20 × 60 ഇൻറ്റു ഏരിയ ഓഫ് ദ ക്യാവിറ്റി. ഇതെന്ന് പറയുന്നത് ട്രയാംഗുലർ ഷേപ്പ് ആണ്. അപ്പൊ ട്രയാംഗുലർ ഷേപ്പ് ആകുമ്പോൾ അവന്റെ ഏരിയ എന്ന് പറയുന്നത് ½ ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് ഇതെടുക്കാം. ബേസ് എത്രയാ? 20 ആണ്. ഹൈറ്റ് 30 ആണ്. അപ്പൊ 20 × 30 എന്ന് എടുക്കാം. ഓക്കെ അല്ലേ? ഈ 20 കട്ട് ചെയ്യാം. അതേപോലെ നമുക്ക് ഇവിടുന്ന് ആരെ കട്ട് ചെയ്യാം?
ഈ 60 ഈ 30 കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 2 കിട്ടും. അപ്പൊ 2 × 2 4 കിട്ടും. അപ്പൊ ആ മാസ് നമുക്ക് m/4 എന്ന് കിട്ടും. m/4 എന്ന് കിട്ടും. അപ്പൊ ഇപ്പൊ ആരെയൊക്കെ കിട്ടി? മാസ് ഓഫ് ദ ക്യാവിറ്റി കിട്ടി. മാസ് ഓഫ് ദ ക്യാവിറ്റി m/4 ആണ്. ഡിസ്റ്റൻസ് ഓഫ് ദ ക്യാവിറ്റി എനിക്ക് അറിയത്തില്ല. മാസ് ഓഫ് റിമൈനിങ്, ടോട്ടൽ മാസ് m അല്ലേ? ടോട്ടൽ മാസ് m ആണെങ്കിൽ മാസ് ഓഫ് റിമൈനിങ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ മാസ് മാസ് ഓഫ് ദ ക്യാവിറ്റി ആയ m/4 കുറച്ചാൽ മതി. അത് 3m/4 ആണ്. ഇത് നമ്മൾ സെയിം വാല്യൂ ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. യെസ്, അപ്പൊ ഈ താഴത്തെ മാസ് കിട്ടി, 3m/4 എന്ന് കിട്ടി. ഇനി എന്തുകൂടെ കിട്ടിയാൽ മതി? ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ അത് കാണുമ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ തോന്നും, പ്രത്യേകിച്ച് ഒന്നുമില്ല. എടാ മക്കളെ, ഈ കാണുന്ന ഒരു ട്രയാങ്കിളാണ്. ട്രയാങ്കിളിന്റെ സെന്റർ ഓഫ് മാസ് എവിടെ ആയിരിക്കുന്നത്? ട്രയാങ്കിളിന്റെ സെന്റർ ഓഫ് മാസ് അതിന്റെ സെൻട്രോയിഡിലേക്ക് ഷിഫ്റ്റ് ആവും, ആ ട്രയാങ്കിളിന്റെ മാത്രം. അപ്പൊ നമുക്ക് ഇതിന്റെ സെൻട്രോയിഡ് ഇവിടെ എവിടെ ആണ്, ആ സെൻട്രോയിഡിലേക്ക് ഷിഫ്റ്റ് ആയെന്ന് ഓർത്താൽ മതി. ഓർത്തു വെച്ചോണം, ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റില് സെൻട്രോയിഡ് എവിടെ ആയിരിക്കുന്നത്? എപ്പോഴും അത് 2:1 റേഷ്യോയിൽ കട്ടാവും. 2:1 റേഷ്യോയിൽ കട്ടാവും. അതായത് ഈ കാണുന്ന അപ്പെക്സിൽ നിന്നും അതിന്റെ ഒരു കോർണറിൽ നിന്നും, കോർണർ എന്ന് പറയാം, ആ കോർണറിൽ നിന്നും 2:1 റേഷ്യോയിൽ ഇത് ഡിവൈഡ് ആവും. ഈ സെൻട്രോയിഡ് 2:1 റേഷ്യോയിൽ, അതായത് ഇത് മൊത്തത്തിൽ 30 ആണ്. അപ്പൊ 2:1 എന്ന് പറയുമ്പോൾ 30ന്റെ 3/2 പോർഷൻ ഇപ്പുറത്ത് വരണം അല്ലെ? ഇത് മൊത്തം 30 സെന്റിമീറ്റർ. അപ്പൊ ഇത്ര എത്ര വരും? 2:1 ആവണമെങ്കിൽ ഇത് 20 ആയിരിക്കും, ഇത് 10 ആയിരിക്കും. അപ്പൊ ഈ ഡിസ്റ്റൻസ് അല്ലേ നമുക്ക് ഇതിന്റെ എക്സാക്ട് സെന്റർ ഇതല്ലായിരുന്നോ? ഇതായിരുന്നു ഒറിജിൻ, നമ്മുടെ ഒറിജിൻ അല്ലെ? ഞാൻ അതിപ്പോ ഇതിന് എല്ലാത്തിനും ആക്സസും ഇതും വരയ്ക്കാൻ നിൽക്കാത്തത്, ഓൾറെഡി നമ്മൾ ഇതൊക്കെ പറഞ്ഞ് നിങ്ങളും കേട്ടും അടുത്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് വരയ്ക്കാത്തത്. ഇതായിരുന്നു നമ്മുടെ ഒറിജിൻ, ഇങ്ങനെയാണ് ഒറിജിൻ. അപ്പൊ ആ ഒറിജിനിൽ നിന്നും 20 സെന്റിമീറ്റർ മാറിയാണ്, അതാണ് 2:1. അങ്ങനെ കിട്ടണം. മനസ്സിലായി? 2:1 റേഷ്യോ ഒക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അതിലാർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി അതും ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? മൊത്തം എത്രയാ? 30. ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടാ 30. 2:1 റേഷ്യോയിൽ കട്ടാവണം. അപ്പൊ 2:1 എന്ന് പറയുമ്പോൾ 2:1 എന്ന് പറയുമ്പോൾ മൊത്തം 3 ഉണ്ട്. 3/2 പോർഷൻ, 3/2, അതാണ് 2:1 2. മറ്റേത് 3/1 പോർഷൻ. അപ്പൊ ഇതും ഇതൂടെ കട്ട് ചെയ്തതിലൂടെ 10 എന്ന് കിട്ടും. 10 × 2 20 എന്ന് കിട്ടും. അങ്ങനെയാണ് അത് 20 സെന്റിമീറ്റർ എന്ന് കിട്ടുന്നത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്നും ക്യാവിറ്റിയുടെ സെന്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് 20 സെന്റിമീറ്റർ എന്ന് കിട്ടും. സോ ആ വാല്യൂ ഇവിടെ 20 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ m/4 കട്ടാവും. m/4 കട്ടാകുമ്പോൾ ഇവിടെ പിന്നെ ഈ നെഗറ്റീവിനെ പറ്റി ഇനി ഡൗട്ട് അടിക്കല്ലോ. ഇക്വേഷനകത്ത് ഓൾറെഡി നെഗറ്റീവ് ഉള്ളതാണ്, ഇവിടെ ഒരു നെഗറ്റീവ് ഉള്ളതാണ്, അത് മറന്നു പോകല്ലോ കേട്ടോ. ഈ മൈനസും പ്ലസും ഒക്കെ വന്നാൽ അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. പിന്നെ ഓർക്കുക എവിടുന്നാ കട്ട് ചെയ്യുന്നതെന്നൊക്കെ ഓർക്കുക. ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്നാ കട്ട് ചെയ്യുന്നതെങ്കിൽ ഷിഫ്റ്റ് റൈറ്റ് സൈഡിലോട്ടായി പോകും. അതിനനുസരിച്ച് നമുക്ക് സൈൻ എടുക്കാവുന്നതേ ഉള്ളൂ, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പൊ 20/3 എന്ന് പറഞ്ഞാൽ എത്ര വരും? ഓപ്ഷൻ ഏതാ? 6 മൈനസ് 6.67 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. അപ്പൊ ഇത്രയും കാര്യങ്ങളും കോൺസെപ്റ്റ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മക്കളെ അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ഓരോ കൺസെപ്റ്റ് പഠിപ്പിക്കുമ്പോഴും, ഞാൻ ഓരോ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ നിൽക്കുമ്പോഴും നമ്മുടെ കിറ്റിലാൽ സാറുമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കും. സാറേ ഈ വീഡിയോ അരമണിക്കൂറിനുള്ളിൽ ചുരുക്കണം. എപ്പോഴും ഏത് വീഡിയോ എടുക്കുമ്പോഴും പ്ലാൻ ചെയ്യും. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് എന്റെ എക്സ്പ്ലനേഷൻ രീതി കൊണ്ടാവണം ഒരു കാരണവശാലും. കാരണം എനിക്ക് ഒരു സാധനം ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പം അത് ഇനി എത്ര പഠിക്കുന്ന കുട്ടിയാണെങ്കിലും എല്ലാം അറിയാവുന്ന കുട്ടിയാണെങ്കിലും ആ ആളോട് സംസാരിക്കുമ്പോൾ പോലും ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ മാക്സിമം എക്സ്പ്ലനേഷൻ പറയാറുണ്ട്. എൻ്റെ ക്ലാസ്സിലിരുന്ന ഇതിനു മുൻ വർഷങ്ങളിൽ എൻ്റെ ക്ലാസ്സിലിരുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാം ഞാൻ ക്ലാസ് എടുക്കുന്ന രീതി. പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേ പോകാറുള്ളൂ, ഇതുവരെയും പോയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഒക്കെ താഴെ കമന്റ് ചെയ്ത് അറിയിക്കാം. അപ്പൊ ഇതൊക്കെ അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് എടുത്ത് പറയുന്നു, ആക്ച്വലി നമ്മുടെ എഡ്യൂക്കേറ്ററിന്റെ ഈ യൂട്യൂബ് ചാനൽ ഒരു എന്റർടൈൻമെന്റ് ചാനൽ അല്ല. എന്റർടൈൻമെന്റ് ചാനലുകളും ഡെയിലി ലൈഫ് ബ്ലോഗേഴ്സും ഒക്കെ ഒരുപാട് ചാനലുകൾ കേരളത്തിലുണ്ട്. അപ്പം ഒരു എന്റർടൈൻമെന്റ് ഒന്നും ഞാൻ ഈ ചാനലിലൂടെ നമ്മൾ ആരും തന്നെ ഫോക്കസ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങളൊക്കെ പഠിച്ച് രക്ഷപ്പെടും. എന്നിട്ട് നിങ്ങൾ വരൂ, ഞങ്ങളുടെ ഓഫീസ് കൊച്ചിയിലാണ്, നിങ്ങൾ കൊച്ചിക്ക് വരൂ. അപ്പം നമുക്ക് കറങ്ങാനൊക്കെ പോവാം. അല്ല, കറങ്ങാനൊന്നും പോകത്തില്ല, വല്ല ലുലു മോളിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ എന്റർടൈൻമെന്റ്. ഇത് പഠിക്കേണ്ട സമയമാണ്. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക തന്നെ ചെയ്യണം. നമ്മുടെ അബ്ദുൽ കലാം സാറൊക്കെ പറഞ്ഞ
കുറെ പുള്ളിയുടെ ഒക്കെ ഇന്റർവ്യൂ അല്ല, പുള്ളി ഈ സ്റ്റേജിലൊക്കെ പ്രസംഗിക്കുന്നതൊന്ന് കണ്ടാൽ മതി. അപ്പം വിദ്യാഭ്യാസം, എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. മക്കളെ, വിദ്യാഭ്യാസത്തിന് തരാൻ പറ്റുന്ന ഗുണങ്ങൾ അത് ഒരുപാടാണ്. അത് നിങ്ങളോട് അത് പറഞ്ഞറിയേണ്ടതല്ല, അത് എക്സ്പീരിയൻസിലൂടെ അറിയേണ്ട കാര്യമാണ്. അതിനുവേണ്ടിയാണ് എല്ലാവരും ഈ കഷ്ടപ്പെടുന്നത്. അപ്പൊ മക്കളെ, ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.